ഇയാൾ പറ്റില്ല എന്ന് പറയില്ല എന്ന് വിചാരിച്ചിട്ടാ പറഞ്ഞ. പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറയണം എന്ന് പറയുമ്പോ പറ്റില്ല എന്ന് പറഞ്ഞ പിന്നെ നമ്മൾ എന്ത് പറയും? പിന്നെ നമുക്ക് അങ്ങനെ പറയരുത് എന്ന് പറയുന്നത് അല്ലാണ്ട് വേറെ നമ്മളെന്താ ഒന്ന് മാറ്റി പറയാൻ പറ്റുമോ എന്ന് പറയും അല്ലേ? ആരെങ്കിലും കുഴിയിൽ ഇങ്ങനെ കാല് ഇതാക്കി അയ്യോ എന്ന് പറയുമ്പോ അമ്മേ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്. അങ്ങനെ കേട്ടിട്ടില്ല. അതെങ്ങനെ എന്താ അങ്ങനെ വരണേ? നിങ്ങൾ ഏതാ ഇങ്ങനെ ഹ്യൂമൻ ബീങ് ആണോ അനിമൽ ആണോ ഐറ്റം? അപ്പൊ മീനാക്ഷി ജനിച്ച സമയത്ത് ചേട്ടൻ കുറേം കൂടിയും യങ് ആയിട്ടുള്ള ഒരു അച്ഛൻ. ഞാൻ കോളേജിൽ എങ്ങോട്ടും പോയിട്ടില്ല. ഞാൻ പറഞ്ഞത് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു മാത്രമേ ഉള്ളൂ. മാനസികമായിട്ട് കോളേജ് വിട്ടിട്ടില്ല നമ്മള്. ഫീമെയിൽ ആർട്ടിസ്റ്റുകൾ വന്ന് എന്നെ കെട്ടിപ്പിടിക്കുക, ഉമ്മ കൊടുക്കുക. പിന്നെ കഴിഞ്ഞിട്ട് കുറച്ച് വൈകിയ സംശയങ്ങളാ. എല്ലാവരും വന്ന് ഉമ്മയൊക്കെ തരണ്ടേ? ക്യാൻസർ ഇത്തിരി നേരത്തെ വന്നിരുന്നെങ്കിൽ ഞാൻ നിങ്ങളെ സമ്മതിക്കണോട്ടോ. ഞങ്ങള് ദിലീപിന്റെ സിനിമ കാണാൻ വരുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ചിരിക്കാനൊക്കെ, ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് ജോലി സ്ഥലത്തുണ്ട്, വീട്ടിലുണ്ട്. എവിടെ നിന്ന് കാണുമ്പോഴും ചിരിക്കാനുള്ള എന്ന് പറയുന്നത് അപ്പൊ നമ്മൾ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് ആ പറയുന്നതൊക്കെ. ഹലോ, നമസ്കാരം. ഇന്ന് വളരെ സന്തോഷത്തോടെയാണ് ഞാൻ നിങ്ങളുടെ മുന്നിലിരിക്കുന്നത്. ഇന്ന് എൻ്റെ കൂടെ ഉള്ളൊരു ഗസ്റ്റിന് ശരിക്കും പറഞ്ഞാൽ വലിയൊരു എസ്സേ ഒരു ഇൻട്രൊഡക്ഷൻ്റെ ആവശ്യമില്ല. നമ്മളുടെ എല്ലാവരുടെയും പ്രിയപ്പെട്ട ദിലീപേട്ടനാണ് ഇന്ന് എൻ്റെ കൂടെ ജോയിൻ ചെയ്യുന്നത്. ദിലീപേട്ട, വെൽക്കം ടു മൈ ഷോ. നമസ്കാരം. യെസ്. അപ്പോൾ ഏറ്റവും പുതിയ വിശേഷം പവി കെയർടേക്കർ. പറയൂ പവീനെ പറ്റി. പവിത്രൻ എന്നാണ് ഇയാളുടെ പേര്. ഇയാള് 10-18 വർഷം ദുബായിലൊക്കെ ഉണ്ടായിരുന്ന വെച്ചാൽ ഗൾഫ് രാജ്യങ്ങളിൽ ഉണ്ടായിരുന്ന ഒരാളാണ്, പല ജോലികളൊക്കെ ആയിട്ട്. അയാൾ പിന്നീട് കുടുംബ പ്രാരാബ്ധങ്ങൾ, നമുക്കെല്ലാ മലയാളീസിന് കൂടുതൽ സംഭവിക്കുന്ന കാര്യങ്ങളുണ്ടല്ലോ, ഗൾഫിലൊക്കെ പോകുന്ന കുറേ ആൾക്കാർക്ക് സംഭവിച്ചിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ് അവർ. അതിനുശേഷം അയാൾ നാട്ടിൽ വരുന്നതും അയാളുടെ എന്താ പറയുക, ഇവിടുത്തെ ഒരു ജോലി എന്ന് പറഞ്ഞത് ഒരു ആഡംബര ഫ്ലാറ്റിൻ്റെ കെയർടേക്കറും നൈറ്റിൽ സെക്യൂരിറ്റിയാണ്. അപ്പോൾ ശരിക്കും പറഞ്ഞാൽ ജീവിക്കാൻ മറന്നു പോവുക, മറ്റുള്ളവർക്ക് വേണ്ടി ജീവിച്ച് സമയം കളഞ്ഞു പോയ ഒരാൾ. അയാൾ ശരിക്കും ജീവിതത്തിൽ കല്യാണം കഴിക്കാൻ വിട്ടുപോയി എന്ന് പറയുന്നൊരു വിഷയമുണ്ട്. അയാളുടെ ലൈഫിലുണ്ടാകുന്ന ഒരു പ്രണയം കൂടിയാണ് ഈ സിനിമയിലൂടെ പറയുന്നത്. പിന്നെ കെയർടേക്കർ എന്ന് പറയുമ്പോൾ നമ്മൾ പണ്ട് മൈ ബോസ് സിനിമ ചെയ്യാൻ നമുക്ക് എല്ലാവർക്കും ഒരു ബോസ് ഉണ്ടാവും എന്ന് പറഞ്ഞ പോലെ നമ്മളിപ്പോൾ കൂടുതലും നമ്മുടെ ഇപ്പോൾ ഒരു ഫ്ലാറ്റ് ഒരു കൾച്ചർ ഭയങ്കരമായിട്ട് വന്നിട്ടുണ്ട്. നമ്മൾ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടുള്ള കേരളത്തിൽ ഇങ്ങനെ സംഭവിക്കുന്നു. പക്ഷേ ഇന്നിപ്പോൾ ഏറ്റവും കൂടുതൽ എല്ലാവരും സെക്യൂരിറ്റിയും സേഫ്റ്റിയും എല്ലാം നോക്കുമ്പോൾ എല്ലാവരും പതുക്കെ പോകുന്നത് ഒരു ഫ്ലാറ്റ് കൾച്ചറിലേക്കാണ്. അപ്പോൾ അതിൻ്റെ ഒരു കെയർടേക്കറാണ് ഇയാൾ. അപ്പോൾ ഈ സിനിമ കാണുമ്പോൾ പലർക്കും തോന്നും ഇതുപോലത്തെ ആൾ തന്നെയാണ് ഞങ്ങളുടെ കെയർടേക്കർ എന്ന് തോന്നുന്ന വിഷയം. എല്ലാത്തിലും കയറി തലയിടുക എന്ന് പറയുന്ന ഒരു സാധനമുണ്ട് അങ്ങനെയുള്ളത്. പിന്നെ എന്നെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ ഇപ്പോൾ ഒരു കുറേ വർഷങ്ങൾക്ക് ശേഷമാണ് ഒരു ഹ്യൂമർ ബേസ്ഡ് ഒരു ഇതിൽ ഞാൻ അഭിനയിക്കുന്നത്. ഇതൊരു റൊമാൻറ്റിക് കോമഡി സസ്പെൻസ് അങ്ങനെയൊക്കെ ഉള്ള രീതിയിലുള്ളൊരു ഫിലിമായിരിക്കും. ഓക്കെ. ഇപ്പൊ ഇതിന്റെ ട്രെയിലർ കാണുമ്പോൾ തന്നെ അതിന്റെ താഴെയുള്ള ഫുൾ കമന്റ്സ് ഭയങ്കര എല്ലാവരും വെയിറ്റ് ചെയ്യാണ്. അതേപോലെ ഇപ്പൊ ദിലീപേട്ടൻ നമുക്ക് ഇഷ്ടപ്പെട്ട കുറേ ദിലീപേട്ടൻ തന്നെ ഡയലോഗുകൾ, ദിലീപേട്ടന് മാത്രം ചെയ്യാൻ പറ്റുന്ന കുറച്ച് കോമഡി സംഭവങ്ങൾ, ഇപ്പം വീഴുന്നതും അതിലത്തെ ഡയലോഗ് ഐ ഡോണ്ട് കെയർ എന്നൊക്കെ പറയുന്നതൊക്കെ എന്ത് രസമായിട്ടാണ് വന്നിരിക്കുന്നത്. അപ്പൊ അതിന്റെ ഒരു ഷൂട്ടിംഗ് ഒരു സംഭവം പറയുമോ? അല്ല, നമ്മളിവിടുത്തെ പ്രേക്ഷകർ, പ്രിയപ്പെട്ട പ്രേക്ഷകർ തന്നിരിക്കുന്ന ഒരു ലൈസൻസ് എന്ന് പറഞ്ഞാൽ ഇപ്പം നമ്മളുടെ സിനിമ ഇപ്പം കൂടുതലും റിയലിസ്റ്റിക് സിനിമകൾ എന്ന് പറയുന്നതുണ്ട്. പക്ഷെ നമ്മൾ ഭയങ്കര റിയലിസ്റ്റിക് ആകുമ്പോഴും അവർ അങ്ങനെയല്ല. ഞങ്ങൾ നിങ്ങളുടെ എനിക്ക് മാത്രം വേറൊരു ഇത് പറഞ്ഞാൽ നിങ്ങളിൽ നിന്ന് ഞങ്ങൾ ഇങ്ങനെ പ്രതീക്ഷിക്കണം എന്ന് പറയുന്ന രീതിയിലുണ്ട്. അപ്പം അതിൻ്റെതായ കുറച്ച് സിനിമാറ്റിക് സംഭവങ്ങൾ നാച്ചുറലി ഈ സിനിമയ്ക്കും ഉണ്ടാവും. എന്നാലാണ് നമുക്ക് നമ്മളെ വിശ്വസിച്ച് തിയേറ്ററിലേക്ക് വരുന്ന പ്രേക്ഷകർക്ക് നമ്മൾ ഇപ്പം എല്ലാവരും നമ്മൾ പലതരത്തിലുള്ള സിനിമയിലൂടെ ട്രാവൽ ചെയ്യുന്നുണ്ട്. നമ്മുടെ ഒരു ആഗ്രഹം ആസ് ആൻ ആക്ടർ നമുക്ക് ഡിഫറൻ്റ് ആയിട്ട് സ്ക്രീനിൽ വരാൻ ആഗ്രഹം പലതരത്തിൽ പോകുന്നു. പക്ഷെ കൂടുതൽ ആളുകളും അതിപ്പോൾ ഈ വലിയ കമ്പനികളുടെ CEO അടക്കമാണെങ്കിലും സാധാരണ ചായ കുടിക്കുന്ന വെച്ചാൽ വെറുതെ നമ്മളൊരു തട്ടുകടയിലൊക്കെ അവിടെ ഒരു പണിയില്ലാണ്ടിരിക്കുന്ന ആൾക്കാർ വരെ ഒരു പണിയില്ലാണ്ടിരിക്കാന്ന് വെച്ചാൽ ഞാൻ അവരെ കളിയാക്കല്ല. ചിലർ റിലാക്സ്ഡ് ആയിരിക്കും, റിട്ടയർ ലൈഫിലായിരിക്കും, ചിലർ ഒരു പണിക്ക് പോകാത്ത ആൾക്കാരായിരിക്കും, പല രീതിയിലുള്ള ആൾക്കാരുണ്ട്. എന്തായാലും എല്ലാവർക്കും ഒരു ഇത് പറയാനുള്ളൂ, ഞങ്ങൾ ദിലീപിൻ്റെ സിനിമ കാണാൻ വരുമ്പോൾ ഞങ്ങൾക്ക് കുറച്ച് ചിരിക്കാനൊക്കെയാണ്. ആവശ്യത്തിൽ കൂടുതൽ പ്രശ്നങ്ങൾ ഞങ്ങൾക്ക് ജോലി സ്ഥലത്തുണ്ട്, വീട്ടിലുണ്ട്, കുട്ടികളുടെ കാര്യത്തിലുണ്ട്, പല സ്ഥലത്തുണ്ട്. പക്ഷെ ഞങ്ങൾ കുറച്ചു നേരം വന്നിരിക്കുമ്പോൾ
എവിടുന്ന് കാണുമ്പോഴും ചിരിക്കാനുള്ള എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യമാണ് ആ പറയുന്നതൊക്കെ. പക്ഷെ അതുപോലെ തന്നെ മറ്റുള്ള ആൾക്കാർക്ക് ഏത് തരത്തിൽ ചെയ്യുമ്പോഴും നമുക്ക് ഈ ദിലീപ് അതാണ് നമുക്ക് വിഷമം വരാം. അപ്പോൾ ഞാൻ ഇടയ്ക്ക് പറയും, നിങ്ങൾക്ക് ഇഷ്ടമുള്ള സാധനം ഞാൻ ചെയ്യുമ്പോൾ എനിക്ക് പല വഴിക്ക് പോകുമ്പോൾ നിങ്ങളൊന്ന് വാ എന്നൊക്കെ പറയും. പക്ഷേ ആഫ്റ്റർ എനിക്ക് തോന്നുന്നത് ഒരു 2 കൺട്രീസ്, കിങ് ലെയർ, പിന്നെ കോടതി സംശയം ബാലമക്കയിലും കുറച്ച് സരസ്വതയോടുകൂടി തന്നെയാണ്. അതിന് ശേഷം എനിക്ക് തോന്നുന്നത് ഒരു ത്രൂ ഔട്ട് സരസ്വത ഉള്ളൊരു വേഷം പവി കെയർടേക്കർ ആയിരിക്കും. ഇപ്പൊ ശരിക്കും ആദ്യം ദിലീപേട്ട സിനിമയിൽ വന്ന സമയത്ത് ഇപ്പൊ ഒരു സ്ക്രിപ്റ്റ് കേട്ടിട്ട് അല്ലെങ്കിൽ ഇപ്പൊ ഈ സിനിമ ചെയ്യാം എന്ന് തീരുമാനിക്കുന്ന മാനദണ്ഡങ്ങളും ഇപ്പൊ ഇത്രയും വർഷങ്ങൾ കഴിഞ്ഞ ആ ഒരു എക്സ്പീരിയൻസും ഇതിലൂടെയൊക്കെ ഇപ്പം ഒരു സിനിമ ചെയ്യാന്ന് തീരുമാനിക്കുന്ന മാനദണ്ഡങ്ങളിലും വ്യത്യാസം ഉണ്ടല്ലോ. അപ്പോൾ അല്ല, സിനിമയ്ക്ക് മാറ്റങ്ങൾ സംഭവിച്ചിട്ടുണ്ട്. പക്ഷെ ഇപ്പോൾ ഭയങ്കര ഹിറ്റായി നമ്മൾ തന്നെ, ഞാനും മിക്ക സിനിമയും തിയേറ്ററിൽ തന്നെ ഇരുന്നാണ് കാണുന്നത്. പക്ഷെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾക്ക് ചെയ്യുമ്പോൾ ഇവിടെ സൂപ്പർ ഹിറ്റ് അടിച്ച പല സിനിമകളിലും ഞാൻ പോയി അഭിനയിച്ചാൽ പറയും ലീവ് ഇതിൽ പോരാ എന്ന് വെച്ചാൽ നമ്മൾ നമ്മുടെ കഴിഞ്ഞ കാല സിനിമകളോടാണ് നമ്മൾ കോമ്പറ്റ് ചെയ്യണത്. നമ്മളെക്കുറിച്ചുള്ള എക്സ്പെക്റ്റേഷൻസ് വളരെ മുകളിലാവുന്നു എന്നുള്ളതാണ് നമ്മുടെ പ്രശ്നം. അപ്പൊ എപ്പോഴാണ് ഇത് ഞാൻ ചെയ്യാം എന്ന് തീരുമാനിക്കുന്നത് ചേട്ടൻ ഈ സിനിമ? അല്ല, ഈ സിനിമ ശരിക്കും പറഞ്ഞാൽ ഒരു ഡിഫറെൻറ്റ് ലവ് സ്റ്റോറി ഉണ്ട് ഇതിനകത്ത്. ഒരു സസ്പെൻസ് ഉണ്ട്. ഞാൻ സ്നേഹിക്കുന്ന പെൺകുട്ടി ആരാന്ന് എനിക്കറിയില്ല എന്ന് പറയുന്നൊരു വലിയ വിഷയമുണ്ടല്ലോ. പക്ഷെ ഞാൻ വലിയ പ്രണയത്തിലുമാണ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഇതിൻ്റെ എല്ലാ സുന്ദരമായ നിമിഷങ്ങളും ആ ഫീലും ഇയാൾ അറിയുന്നുണ്ട്. അതുകൊണ്ട് ഇയാൾക്കിത് നഷ്ടപ്പെടാതിരിക്കാനുള്ള ഇയാളുടെ ഇതുണ്ട്. ഒരു സ്ഥലത്തും ഇയാൾക്ക് ഇത് പിടിക്കാൻ പറ്റുന്നില്ല എന്ന് പറയുന്നൊരു സാധനമുണ്ട്. പക്ഷെ ഇയാൾ പ്രണയത്തിലാണ് എന്ന് പറയുന്ന ഒരു രസമല്ലേ. അപ്പൊ അതുകൊണ്ടാണ് പ്രത്യേകിച്ച് നമ്മൾ ഈ കുറിപ്പുകൾ ഇപ്പം നമ്മളെല്ലാം പ്രണയം നടക്കുന്ന, പണ്ടൊക്കെ പ്രണയം എന്ന് പറയുന്നത് വേറൊരു അനുഭൂതിയാണ്. നമ്മൾ സ്കൂൾ ശരിക്കും നമ്മളെ പ്രണയത്തിൽ എന്നൊക്കെ പറഞ്ഞാൽ ഞാനൊക്കെ സ്കൂൾ ഡേയ്സിൽ പ്രണയിച്ചു തുടങ്ങിയ ആൾക്കാരാണ്. മനസ്സിലായില്ലേ? അപ്പോൾ മക്കള് കേൾക്കണ്ട കേട്ടോ. അപ്പോൾ അത് കഴിഞ്ഞ് കോളേജിലും ഒക്കെ ഉണ്ടായിരുന്ന ഒരു സംഭവം. അപ്പം അതൊക്കെ ഭയങ്കര രസകരമായ ഒരവസ്ഥയാണ്. ഇന്നിപ്പോൾ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ദിവസത്തിൽ തന്നെ നമ്മൾ പ്രണയമാണോ അല്ലേ ഇതൊക്കെ പെട്ടത് കാര്യങ്ങൾ വെച്ചാൽ ഒരു പ്രോസസ്സാണ്. ഒരാളെ ഇഷ്ടം തോന്നുക, പിന്നെ അവരോട് സംസാരിക്കാൻ തന്നെ ഉണ്ടാവുന്ന അവസ്ഥ ഭീകരമാണ്. ഒന്ന് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളത്, അതിൽ പിന്നെ തിരിച്ച് എന്താ പറയുക എന്നുള്ളത്, പിന്നെ അങ്ങനെ ആയിക്കഴിഞ്ഞാൽ പിന്നെ ഇത് കൊണ്ടുപോകുക എന്നുള്ളത്, കാണുക, കുറേ പ്രോസസ്സില്ല. ഒരു കത്ത് കൊടുക്കണിയുള്ള ടെൻഷൻ, നമ്മുടെ മനസ്സിലുള്ള കാര്യം പറയൽ, ഒരുപാട് ഇതുണ്ടല്ലോ. ഇപ്പം അതൊന്നും ഇല്ലല്ലോ. എല്ലാത്തിനും ഈസി എന്ന് പറയുന്നൊരു സംഭവമുണ്ട്. അപ്പം ഈ പ്രണയം എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വേറൊരു ഫീലാണ്. അതിന് അതിൻ്റെതായ ടെൻഷനുണ്ട്. പക്ഷേ ലവ് ഈസ് ഡിവൈൻ എന്ന് പറയുന്നൊരു സാധനവും നടക്കുന്നുണ്ട്. അപ്പം ഇങ്ങനെ ഞാൻ ആധികാരികമായിട്ട് സംസാരിക്കുന്ന ആളൊന്നുമല്ല. നേരെ നമ്മളും അങ്ങനെ എന്താ പറയുക, നീ ആരാടാ അത് സംസാരിക്കാൻ, മറ്റതില്ലേ നിനക്ക് പ്രണയത്തെക്കുറിച്ച് അങ്ങനെയൊക്കെ സംസാരിക്കാൻ തുടങ്ങിയാൽ ഭയങ്കര കുഴപ്പമാണ്. പക്ഷെ ഞാൻ എൻ്റെ ഫീൽഡ് പറഞ്ഞു. അതെ, തീർച്ചയായിട്ടും. ഇപ്പൊ ഞാൻ മുകേഷ് ചേട്ടൻ ഒരു വീഡിയോയിൽ ഞാൻ കണ്ടിട്ടുണ്ട്. കോളേജ് പഠിക്കുന്ന സമയത്ത് ഓപ്പോസിറ്റ് 2 കുട്ടികൾ നടന്നു വരുന്നുണ്ടെങ്കിൽ അയ്യോ 2 കുട്ടികൾ വരാണ്, നമ്മൾക്ക് അപ്പം അന്ന് ഫോൺ ഇതൊന്നും ഇല്ലല്ലോ, ഇപ്പൊ എന്താ ചെയ്യുക, എന്തെങ്കിലുമൊക്കെ ഒരു തമാശ ഒപ്പിക്കണമല്ലോ എന്ന് ചിന്തിക്കുന്നു. അപ്പൊ ഞാൻ ആ കാലഘട്ടം എന്ത് രസമായിരുന്നു എന്ന് ചിന്തിക്കുകയാണ്. അതായത് ഇപ്പൊ ചേട്ടൻ പറഞ്ഞ പോലെ പ്രണയത്തിനൊരു പ്രോസസ്സാണല്ലോ ഇപ്പൊ എല്ലാം. അല്ല, അന്ന് ഒരു പെൺകുട്ടി നമ്മളെ നോക്കുക എന്ന് പറഞ്ഞാൽ, അല്ലെ പെൺകുട്ടി ചിരിച്ചു, അവള് സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞ എന്താണ്ട് നിധി കിട്ടിയ പോലെയൊക്കെയാണ് അന്നൊക്കെ. അന്ന് ഗ്യാങ്ങില് ഭയങ്കര ഹീറോ ഒക്കെ ആവും. അന്ന് ഭയങ്കര സംഭവമല്ലേ. അന്ന് ശരിക്കും പറഞ്ഞ ഞങ്ങള് യൂസ് കോളേജിൽ പഠിക്കുന്ന സമയത്തേ ഞങ്ങള് ഫുൾ പിള്ളേരുണ്ടാവും. അപ്പൊ അവിടെ നല്ല ഭംഗിയുള്ളൊരു കുട്ടി ഉണ്ടായിരുന്നു. ആ കുട്ടിയുടെ വീട് ഓപ്പോസിറ്റാ. അപ്പോൾ ഈ അന്ന് ഈ ലാലേട്ടൻ്റെ പടം ഇറങ്ങിയേക്കണ ഒരു എനിക്കൊരു ചിത്രമാണ്. അതിനാണ് അനിത ഐ ലവ് യു എന്ന് പറഞ്ഞിട്ടുള്ള, അനിത ഐ ലവ് യു എന്ന് പറഞ്ഞ് എഴുതി അങ്ങനെയൊക്കെ ഉള്ള സംഭവം. അപ്പോൾ ഈ കുട്ടിയുടെ പേര് അതുമായി ബന്ധപ്പെട്ടൊരു പേരും ഒക്കെയാണ്. വേഗം ഇവിടുന്ന് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ കുട്ടി ഊണ് കഴിക്കാൻ വീട്ടിൽ പോകും. വീട്ടിലോട്ട് കയറി കഴിഞ്ഞാൽ ഇവിടുന്ന് അനിത ഐ ലവ് യു. അപ്പം ഇത് കുറേ പേര് പറയാം. അപ്പം ഞാൻ അന്ന് അനിത ഐ ലവ് യു ഗോപാലകൃഷ്ണൻ ഞാനാണ് പറഞ്ഞത് അറിയണമല്ലോ വിചാരിച്ചിട്ട് അതിന്റെ പ്രിൻസിപ്പൾ എന്നെ പിടിക്കുന്നുണ്ട്. ഒരു കാര്യമില്ല എനിക്ക് ആ പേര് പറയാൻ. ഞാൻ പെൺകുട്ടി കേൾക്കുമെന്ന് വിചാരിച്ചു. പക്ഷെ പെൺകുട്ടിയുടെ അച്ഛൻ കേട്ടിട്ട് പ്രിൻസിപ്പളിന്റെ അടുത്ത് കംപ്ലൈന്റ് ചെയ്തിട്ട് ഗോപാലകൃഷ്ണൻ ഇപ്പോ വിളിച്ചു പറഞ്ഞിട്ടൊക്കെ ഉള്ളതായി തുടങ്ങിയോ, അവര് മൈക്കൊക്കെ എടുത്ത് ഇറങ്ങായിരുന്നില്ലേ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെയൊക്കെ ഓരോ തമാശകളും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നില്ലേ.
അപ്പൊ ഈ സിനിമയുടെ പേര് ഇപ്പൊ പവി കെയർ ടേക്കർ എന്നാണല്ലോ, അപ്പൊ അത് അങ്ങനെ ചെയ്യാം എന്ന് ചേട്ടന്റെ ഡിസിഷൻ ആയിരുന്നു? അല്ല എന്താ അറിയാമോ, ആദ്യം നമ്മളിങ്ങനെ പല പേരുകൾ വന്നിരുന്നു. അത് കഴിഞ്ഞപ്പോൾ നമ്മൾ വെച്ചിട്ടുണ്ടെങ്കിൽ ഫ്ലാറ്റിൻ്റെ കെയർ ടേക്കറുടെ കഥയല്ലേ, അതെ. അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങനെ പഠിക്കാം. അപ്പോൾ കെയർ ടേക്കർ പവി എന്നൊക്കെ ഉള്ള രീതിയിൽ പറഞ്ഞു. ആദ്യം കെയർ ടേക്കർ എന്ന് മാത്രമായിരുന്നു. ആ കെയർ ടേക്കർ സാധാരണ നമ്മൾ യൂസ് ചെയ്യുന്ന ഒരു ഇതല്ലേ. അങ്ങനെയാണ് നമ്മളിങ്ങനെ ആലോചിച്ചപ്പോൾ ഞാൻ പറഞ്ഞു, ഈ ബിജു മേസ്ത്രി, രമേശൻ കോൺട്രാക്ടർ എന്നൊക്കെ പറയുമ്പോൾ അവർ ചെയ്യുന്ന സാധനം രണ്ടാമതും അവരുടെ പേരാദ്യം വെച്ചിട്ടില്ല, നമുക്ക് അങ്ങനെ വെറുതെ പിടിച്ചു നോക്കാം. അങ്ങനെയാണ് പവി കെയർ ടേക്കർ എന്ന് ഉള്ള സാധനം വന്നത്. അവനെ എല്ലാവരും പെട്ടെന്ന് അത് ഓക്കെ പറഞ്ഞു, അങ്ങനെ ഇതാ. ഇപ്പൊ ഈ പവി എന്ന് പറയുമ്പം ഇതേപോലെ സെയിം പേരിൽ ചേട്ടൻ മുന്നേ ഒരു കുറെ വർഷങ്ങൾക്ക് മുന്നേ ഒരു സിനിമ ചെയ്തു ഇഷ്ടം. അതിൽ ഈ പെറ്റ് നെയിം ആണല്ലോ ശരിക്കും, പവി എന്ന് സ്നേഹത്തോട് വിളിക്കുന്നു. അതിൽ പവനാണ്, പവൻ കെമ അങ്ങനെയല്ലേ, അതെ അതെ ഇഷ്ടത്തിലല്ലേ. അതെ. ഇതിൽ പവിത്രനാണ്, ഇതിൽ പവിത്രൻ എന്നുള്ള ആളാണ് ഇയാൾ. ഓക്കെ. അപ്പം ഇഷ്ടം പറയുമ്പോൾ എന്താണെങ്കിലും നിങ്ങളുടെ അച്ഛൻ മകൻ കോമ്പിനേഷൻ പറഞ്ഞാൽ മതിയാവുള്ളൂ. ഇപ്പോഴും എനിക്ക് തോന്നുന്നു വ്യൂവേഴ്സിനും റിലേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോഴും നമ്മൾ പറഞ്ഞ് ചിരിക്കുന്ന ഡയലോഗുകൾ നമ്മൾ വീട്ടിൽ ചിലപ്പോൾ അച്ഛൻ്റെ അടുത്ത് ചിലപ്പോൾ ഈ ഡയലോഗൊക്കെ അടിക്കും. അപ്പൊ അത് ചേട്ടന്റെ ജീവിതത്തിൽ നിന്ന് ചീന്തിയെടുത്ത റേഡാണ് എന്ന് പറഞ്ഞു. ഇഷ്ടമാരി അതിൽ ഞാൻ എൻ്റെ റിയൽ ലൈഫിൽ ഞാൻ അച്ഛനോട് പറഞ്ഞിട്ടല്ലേ, എന്നിട്ട് ഞാൻ സിബി സാറിനോട് പറയുകയും ആ സമയത്ത് സിബി സാറ് ചിരിക്കുകയൊക്കെ ചെയ്തിട്ടാണ് കലപൂരിൻ്റെ അടുത്ത് പറഞ്ഞ് നമ്മൾ അതിലൊക്കെ ആഡ് ചെയ്തു. അത് അച്ഛനോട് പറഞ്ഞ ഡയലോഗ് അച്ഛനോട് പറഞ്ഞാണ് ഞാൻ. അച്ഛനെന്തോ പറഞ്ഞു, എന്തോ മെക്കെട്ട് കയറി കഴിഞ്ഞപ്പോൾ അച്ഛ അങ്ങനെ പറയരുത്. അച്ഛൻ എന്നെ കാണാൻ തുടങ്ങിയിട്ട് 10-28 വർഷമായിട്ടുള്ളൂ. ഞാൻ അച്ഛനെ ജനിച്ച അന്ന് മുതൽ കാണുന്നത്. എന്നോട് അച്ഛനത് പറയരുത് എന്ന് പറഞ്ഞിട്ട് ഞാൻ പോയി. അത് എൻ്റെ അച്ഛൻ വെച്ച്, നീ നേരത്തെ എന്താ പറഞ്ഞു, എനിക്കത് എൻ്റെ കണക്ക് എനിക്ക് പിടിയിട്ടല്ലോ അത്. അപ്പോൾ അതൊക്കെ നമ്മൾ സിനിമയിൽ ഉപയോഗിച്ചിട്ടുണ്ട്. എൻ്റെ അച്ഛൻ്റെ പരിപാടിയായിരുന്നു. അച്ഛൻ ഈ ജാമ്യം നിൽക്കുക, ഒരുപാട് പരിപാടികൾ അച്ഛൻ ഇതുപോലത്തെ കുരുത്തക്കേടുകൾ ഒപ്പിക്കും. അപ്പം ഞാനത് അപ്പോഴേക്കും ഞാൻ സിനിമയിലൊക്കെ ആയി, പിന്നെ ഒരു ഫ്രണ്ട്ലി ആയി ഞാനും അച്ഛനും തമ്മിൽ. അപ്പം ആ സമയത്ത് അച്ഛൻ എന്തെങ്കിലും കുരുത്തക്കേടുകൾ ഒപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ അച്ഛനോടത്ത് ചോദിക്കണം എന്ന് വിചാരിച്ചിട്ട്. കാരണം നാട്ടിലുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, വേറെ ആൾക്ക് വേണ്ടി ജാമ്യം നിൽക്കുക, എന്നിട്ട് കുഴപ്പത്തിലാവുക, ഇതൊക്കെ അവസാനം നമ്മുടെ അടുത്ത് കറങ്ങി വരും. അച്ഛൻ രാവിലെ പോകണ്ടെങ്കിൽ അച്ഛൻ ഇന്ന് എന്ത് പരിപാടി ഒപ്പിക്കുന്നുള്ള ടെൻഷനിലാണ് നമ്മളിരിക്കുന്നത് എന്ന് പറയുന്നൊരു സംഭവമുണ്ട് അതിൽ. അപ്പം ഞാൻ ഒരു ദിവസം നോക്കുമ്പോൾ എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛൻ വന്ന് പ്രാർത്ഥന തുടങ്ങി. ഞാൻ ചോദിക്കുന്നത് അച്ഛനറിയാം, പ്രാർത്ഥന തീരണേ ഇല്ല. എന്നിട്ട് പിന്നെ ഞാൻ അന്ന് അത് വിട്ടു. പിന്നെ പിറ്റേ ദിവസം വന്നപ്പോൾ ഒരു ആവശ്യമില്ലാണ്ട് പുള്ളി ഇരുന്ന് വേറെ കീർത്തനങ്ങൾ ഇതൊക്കെ തന്നെ, ഒരുപാട് ഭക്തി കയറണം പെട്ടെന്ന്. അത് കഴിഞ്ഞിട്ട് എൻ്റെ ഒരു ദിവസം ഞാൻ വിളക്കൂതി കിടത്തിയത്. ഇതിപ്പോ ശരിക്കും സാധാരണ കുട്ടികളാണ് അച്ഛനെ പേടിച്ച് എന്താ പറയുക കള്ളത്തരങ്ങൾ എഴുതി. നേരെ എനിക്ക് തോന്നുന്നു ദിലീപേട്ടൻ്റെ വീട്ടിൽ നേരെ തിരിച്ചായിരുന്നു. എൻ്റെ അച്ഛൻ ഭയങ്കര കുസൃതിയായിരുന്നു. നാട്ടുകാർക്കൊക്കെ ഭയങ്കര ഇഷ്ടമായിരുന്നു. ഭയങ്കര ഹ്യൂമർ സെൻസും ആണ്, ഭയങ്കര സ്ട്രേറ്റ് ഫോർവേഡാണ്, ഭയങ്കര സത്യസന്ധ, അങ്ങനെയൊക്കെയുള്ള നല്ലൊരു ഇതെന്ന് പറയില്ലേ. പക്ഷെ നമുക്ക് ടെൻഷൻ ഉണ്ടാക്കും, കാരണം മകനായതുകൊണ്ട് നമുക്ക് ടെൻഷനാണ്. അങ്ങനെ ഉണ്ടാക്കുന്ന ഒരുപാട് എൻ്റെ കൂട്ടുകാരൊക്കെ പുള്ളിയുടെ ഫ്രണ്ട്സായി മാറി. അവനെ രണ്ടെണ്ണമൊക്കെ അടിക്കുകയായിരുന്നു. അപ്പം എങ്ങനെ വെച്ചിട്ടുണ്ടെങ്കിൽ ഞാൻ പല ഇൻ്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളിങ്ങനെ അച്ഛൻ വന്നില്ലല്ലോ എന്ന് പറഞ്ഞ് കാത്തിരിക്കും. അതിരുന്ന് കുറേ കഴിയുമ്പോൾ കുറേ രാത്രിയൊക്കെ കഴിയുമ്പോൾ ഇങ്ങനെ പുറത്തിങ്ങനെ വണ്ടി വന്ന് നിൽക്കും, ശബ്ദം കേൾക്കാം. അപ്പം നമുക്ക് മതിലിൻ്റെ തൊട്ടപ്പുറത്താണ് വണ്ടി പോകും പന്നുണ്ട് എന്നൊക്കെ പറഞ്ഞിരിക്കും. കുറേ കണ്ട് കാണൂല. ഞാൻ പതുക്കെ പുറത്തിറങ്ങി നോക്കുമ്പോൾ എന്താ സംഭവം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അച്ഛനെ മതിലുമേ ഇങ്ങനെ ചാരി വെച്ചിട്ടുണ്ടാവുമാർ അടിച്ച് ഫിറ്റ്. അവന്മാർ പോയിട്ടുണ്ടാവും, കാരണം അവന്മാർ എൻ്റെ മുമ്പിൽ പെട്ട അവന്മാർക്ക് തെറിയേക്കെന്ന് വിചാരിച്ചിട്ട്. ഞാൻ അച്ഛൻ എന്തിനാണ് അച്ഛൻ എൻ്റെ കൂട്ടുകാരായിട്ട് കൂട്ടുകൂറുന്നത്? അവന്മാരിപ്പം ഞാൻ വിളിച്ച ഫോൺ എടുക്കൂല, അവന്മാർ ഒളിച്ചു കിടക്കണം എന്നെ. അപ്പോൾ അച്ഛൻ പറയണത്, ഞാനെന്ത് ചെയ്യാനാണ്, എൻ്റെ പ്രായത്തിലുള്ളവർക്ക് മരിച്ചുപോയി, ഞാൻ പിന്നെ എനിക്കാരെങ്കിലും വേണ്ടേ? അങ്ങനെയൊക്കെ ഉള്ളൊരു രസകരമായിട്ടുള്ള കക്ഷി. അച്ഛൻ്റെ കഥകൾ ഒരുപാടുണ്ട്. സത്യം. അപ്പൊ അത് ഇഷ്ടത്തിലൊക്കെ അത് ഭയങ്കരമായിട്ട് വേണുവേട്ടനും അറിയാം, എന്നൊക്കെ അറിയാം എൻ്റെ അച്ഛനെ നന്നായിട്ട്.
അപ്പൊ അത് ശരിക്കും അതിൽ വർക്കായി എന്നുള്ളതാണ് അല്ലേ. ആ ഇപ്പം അച്ഛന്റെ കുസൃതി എനിക്ക് തോന്നുന്നു ചേട്ടനും കിട്ടിയിട്ടുണ്ട് എന്നുള്ളത്. അതായത് ഇപ്പം ഒരു ഹാസ്യത്തിന്റെ ഒരു സമ്പത്ത് തന്നെയാണ് നമ്മുടെ മലയാളം ഇൻഡസ്ട്രി. ഇപ്പം ചേട്ടൻ വരുന്ന മുന്നേ തന്നെ ഇപ്പൊ നോക്കുകയാണെങ്കിൽ അടൂർ ബാസി തൊട്ട് അല്ലെങ്കിൽ ഇപ്പൊ ജഗതി ചേട്ടൻ തൊട്ട് ഇപ്പം മെയിൻ ഹീറോസ് ഇപ്പൊ ലാലേട്ടൻ, ജയറാം, മുകേഷ് എന്നൊക്കെ പറയുന്ന ആൾക്കാരൊക്കെ ഇങ്ങനെ ഹ്യൂമർ നന്നായിട്ട് കൈകാര്യം ചെയ്യുന്ന ഒരു കാലഘട്ടത്ത് ചേട്ടൻ വരുന്നു. പക്ഷെ അതുവരെ നമ്മൾ കണ്ട ഒരു ഹ്യൂമറും സാധനങ്ങളുണ്ട്, വേറെ തന്നെ ഒരു പെർഫോമൻസ്. ചേട്ടന്റെ ഒരു ഹ്യൂമർ ഡീൽ ചെയ്യുന്നത് വളരെ കുസൃതിയും ഇപ്പം ഇതില് പവിയുടെ ഡയലോഗ് ഉണ്ട്, ഐ ഡോണ്ട് കെയർ എന്നൊക്കെ പറയണേ. അങ്ങനത്തെ അതൊരു കാർട്ടൂണിഷ് ടൈപ്പ് ഒരു ക്യാരക്ടറാണ്. നമുക്ക് അങ്ങനെയൊക്കെ ഭയങ്കര റിലേറ്റബിൾ ആണ്. അപ്പൊ അങ്ങനത്തെ ഒരു മാതൃക എവിടെ നിന്നാണ് ചേട്ടന് കിട്ടിയത്? ഇങ്ങനെ ഒരു സാധനം പിടിക്കാം എങ്ങനെ തോന്നി? ഞാൻ സത്യസന്ധമായി പറഞ്ഞ ചോദ്യം ചോദിച്ചുകൊണ്ട് പറയാം. സിനിമയിൽ അഭിനയിക്കണമെന്ന് ആഗ്രഹമുണ്ട്, പക്ഷേ തമാശ ചെയ്യാനാണ് ഇഷ്ടം. പക്ഷെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് അന്ന് കത്തി നിൽക്കുന്ന ആൾക്കാർ. ഇപ്പോൾ ലാലേട്ടൻ്റെ കാര്യം പറഞ്ഞു, ഹ്യൂമർ ചെയ്യാൻ മുകേഷ് ഏട്ടൻ സെക്ഷൻ, പിന്നെ ജയറാമേട്ടൻ, അങ്ങനെ പിന്നെ ഇന്നസെൻ്റ് ഏട്ടൻ, അമ്പിളിച്ചേട്ടൻ, മാളച്ചേട്ടൻ, പപ്പുവേട്ടൻ തുടങ്ങി അത് വേറെ നേരം അതങ്ങനെ. അതിൻ്റെ ഇടയിൽ ജഗദീഷ് ഏട്ടൻ, സിദ്ദിഖ, രാജുവേട്ടൻ, ശ്രീനേട്ടൻ എന്നൊക്കെ പറഞ്ഞ് വേറെ പല തരത്തിലുള്ള തമാശകൾ കണ്ടുകൊണ്ടിരിക്കുക. അപ്പോൾ നമുക്കറിഞ്ഞു. അപ്പം ഞാൻ നമ്മളൊക്കെ തമാശ പറഞ്ഞ് കേൾക്കും ഇനി. കാരണം ഇവർ പറയുന്ന തമാശകൾ അങ്ങനെ നിൽക്കുന്നതല്ലേ. ഇപ്പം നമ്മൾ മിമിക്രിയിൽ മാത്രമേ തമാശകൾ പറഞ്ഞിട്ടുള്ളൂ. സപ്പോസ് നമുക്ക് സിനിമയിൽ ഒരു ചാൻസ് കിട്ടിയാൽ നമ്മൾ തമാശ പറഞ്ഞ് കേൾക്കുമോ എന്ന് പറയുന്ന ഒരു ചിന്ത ഭയങ്കരമായിട്ടുണ്ടായിരുന്നു. പിന്നെ സിനിമയിൽ വന്നു, നമ്മൾ ശ്രദ്ധിക്കപ്പെടാൻ തുടങ്ങി. പിന്നെ നമ്മൾ ദിവസവും നമ്മൾ എന്താ പുതിയത് ചെയ്യുമ്പോൾ അങ്ങനെയുള്ളൊരു ചിന്തകളും കാര്യങ്ങളും ഇല്ലേ. പിന്നെ കുറച്ചങ്ങോട്ട് പോയി കഴിഞ്ഞപ്പോൾ വളരെ നോർമലായിട്ട് അഭിനയിക്കുന്നതിൽ ഒരു ത്രില്ലും ഇല്ലാന്ന് തോന്നി. അങ്ങനെയാണ് പിന്നെ ഡിഫറെൻ്റ് ആയിട്ടുള്ള വേഷങ്ങളിലേക്കുള്ള ശ്രദ്ധ പോയത്. അപ്പം അതൊക്കെയാണ് നമ്മൾ വേറെ വേറെ എല്ലാം പരീക്ഷണങ്ങളാണ്. ഏത് സിനിമയും എനിക്കൊരു പരീക്ഷണവും ദൈവമേ ഇതെന്താവോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വരണേ. അതുകൊണ്ട് പരാജയം സംഭവിച്ചാലും വിജയം സംഭവിച്ചാലും പെട്ടെന്ന് പൊരുത്തപ്പെടുന്നുണ്ട്. അതെയോ? ചേട്ടൻ അതിൽ നിന്ന് ഭയങ്കര ഡിറ്റാച്ച്ഡ് ആണ്. കാരണം നമ്മള് ഡിറ്റാച്ച്ഡ് അല്ല. എന്നെ സംബന്ധിച്ച് നമുക്ക് അറിഞ്ഞൂടാ ഇത് സക്സസ് ആവോ ഫെയിലിയർ ആവോ എന്നൊന്നും അറിയില്ല. ഇതിൽ ഏതെങ്കിലും ഒരു ഉണ്ട്, ഒന്നെങ്കിൽ ഫെയിൽ അല്ലെങ്കിൽ വിൻ. സക്സസ് എന്ന് പറയുന്ന ഒരു സാധനമുണ്ട്. ഏതെങ്കിലും ഒന്ന് സംഭവിക്കും. പ്രാർത്ഥനയാണ്, ദൈവമേ ഇത് എല്ലാവർക്കും ഇഷ്ടാവണേ, നന്നാവണേ, പ്രൊഡ്യൂസർക്കായി അവർ ഇൻവെസ്റ്റ് ചെയ്ത പൈസ തിരിച്ചു കിട്ടണേ എന്നുള്ള നമ്മുടെ പ്രാർത്ഥനയാണ്. നമ്മൾ 100% സിൻസിയറായിട്ട് അതിനെ കൊണ്ടുവന്ന് ഇറക്കി വിടണം. പിന്നുള്ളത് ആ വരണ സാധനം എങ്ങനെ ഏറ്റെടുക്കണമെന്നുള്ളത് ഓഡിയൻസിൻ്റെ കയ്യിലാണ്. അവരൊരു ഫൈനൽ ജഡ്ജസ്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ പ്രാർത്ഥനയോടെ ഇറക്കി വിടുന്നു. എന്ത് സംഭവിക്കുന്നുള്ളത് ഓക്കെ. അപ്പം പരാജയം സംഭവിച്ചാൽ നമ്മൾ അഡ്മിറ്റ് ചെയ്യുന്നു, അത് അങ്ങനെ നമ്മൾ വിചാരിച്ച പോലെ ആയില്ല, ആ ശ്രമം പാളിപ്പോയി, ഇനി നെക്സ്റ്റ് എന്ന് പറയുന്ന സാധനമുള്ളൂ. പിന്നെ നമ്മൾ ആ പ്രൊഡ്യൂസേഴ്സിൻ്റെ വിഷമം, നമുക്ക് ചെയ്യാൻ പറ്റുന്നത് നമ്മൾ അടുത്ത സിനിമകൾ ചെയ്യോ അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളിലൂടെ ചെയ്തു കൊടുക്കാനേ നമുക്ക് പറ്റുള്ളൂ. അല്ലാതെ ഞാനെല്ലാം ജയിച്ചേ വരുള്ളൂ നമ്മളിവിടെ ആർക്കും എഴുതി കൊടുത്തിട്ടില്ല, അത് നമുക്ക് അറിയേയില്ല. ഇത് സക്സസ് എന്ന് വെച്ചാൽ നമ്മൾ നോക്കുമ്പോൾ ആക്സിഡൻസ് പോലെയാണ്. അത് സംഭവിക്കും. ഇപ്പം മീശവാനൊക്കെ അത്രയും വലിയ ഹിറ്റാന്ന് ഞാൻ സ്വപ്നത്തിൽ വിചാരിച്ചിട്ടില്ല. എൻ്റെ പല സിനിമകളും 250 ദിവസം പഞ്ചാബി ഹൗസ് ഓടുമ്പോൾ നമ്മൾ ആരും വിചാരിച്ചിട്ടില്ല അത് അങ്ങനെയാവുന്നു. അതുപോലെ തന്നെ ഹിറ്റായ ഒരുപാട് സിനിമകളിൽ അതിൻ്റെ ഹിറ്റിൻ്റെ ലെവലിൽ നമ്മൾ ചിന്തിച്ചിട്ടില്ല. അപ്പോൾ അതൊക്കെ ജനങ്ങൾക്ക് അത് ഇഷ്ടമാവണു എന്നുള്ളതാണ്. പിന്നെ ബേസിക്കലി സത്യസന്ധമായി പറഞ്ഞാൽ എനിക്ക് ഏറ്റവും ഇഷ്ടം ചിരിക്കാനും ചിരിപ്പിക്കാനുമാണ്. അത് സത്യമാണ്. പക്ഷേ ആസ് ആൻ ആക്ടർ എന്നുള്ള രീതിയിൽ നമ്മൾ പല ശ്രമം നടത്തും. ഇപ്പം ചേട്ടൻ ആസ് ആൻ ആക്ടർ എന്ന് പറഞ്ഞ കൂടി ചോദിക്കുകയാണ്. ഇപ്പം വേഷപ്പകർച്ചകളുള്ള സിനിമകളുണ്ടല്ലോ, അതിപ്പം തമിഴിൽ ഇപ്പം കമലഹാസൻ സാർ തുടങ്ങി, അല്ലെങ്കിൽ ഇപ്പം നമ്മുടെ മമ്മൂക്ക, ഇപ്പം ഇവർ ചെയ്യുന്ന സിനിമകളൊക്കെ ഇപ്പം അവാർഡ്സും കിട്ടുന്നു, അതൊക്കെ ഒരു സൈഡിൽ കൂടെ പോകുന്നു. അപ്പം ഞാൻ നോക്കുമ്പോൾ ദിലീപേട്ടനും ഇതുപോലെ വേഷപ്പകർച്ചകളുള്ള സിനിമകൾ ഇഷ്ടംപോലെ ചെയ്തിട്ടുണ്ട്. ഇപ്പം പച്ചക്കുതിര, കുഞ്ഞിക്കൂനൻ, എന്താ പറയുക, ചാന്തുപൊട്ട്. അപ്പം ഈ സിനിമകളൊക്കെ ഇപ്പം ഹ്യൂമറസ് സിനിമകളായതുകൊണ്ടും ചേട്ടൻ കൈകാര്യം ചെയ്യുന്നത് ഹ്യൂമർ ആയതുകൊണ്ടും അതിനൊക്കെ വേണ്ടത്ര ഒരു പരിഗണന കിട്ടിയിട്ടില്ല, അല്ലെങ്കിൽ ഒരു അക്കാഡമിക് ഒരു ശ്രദ്ധ അതിലേക്ക് വന്നിട്ടില്ല. അങ്ങനെയൊക്കെ എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഇല്ല. ഈ നമ്മളൊരു സിനിമ ചെയ്യുമ്പോൾ ഞാൻ ആദ്യം കാണുന്നത് ഓഡിയൻസിനെയാണ്. ഓക്കെ. അവാർഡുകളൊക്കെ പിന്നത്തെ വിഷയങ്ങളാണ്. ആദ്യം നമ്മളിത് ആർക്ക് വേണ്ടി ഉണ്ടാക്കുന്നു എന്ന് പറയുന്നത്. ഇപ്പം കഥാവിശേഷം എന്ന് പറഞ്ഞൊരു സിനിമ ചെയ്യുമ്പോൾ ആ സിനിമ ഓഡിയൻസ് എങ്ങനെ എടുക്കുന്നു പോലും നമുക്ക് അറിഞ്ഞൂടാ.
പക്ഷെ അത് നല്ല സിനിമയാണ്. അതെ. അതിന് എനിക്ക് 4 സ്റ്റേറ്റ് അവാർഡ് കിട്ടി. ഉം. കാരണം അതുപോലെ CID മ്യൂസിക് കിട്ടിയിട്ടുണ്ട് അവാർഡ്, അതെ. സ്റ്റേറ്റ് അവാർഡുകൾ കിട്ടിയിട്ടുണ്ട്, അതെ. പലർക്കും കിട്ടിയിട്ടുണ്ട്. സ്റ്റേറ്റ് അവാർഡ് ശരിക്കും പറഞ്ഞാൽ CID മ്യൂസിക് അങ്ങനത്തെ ഒരു ഫിലിം അല്ല. പക്ഷെ അതിൽ ചില കാര്യങ്ങൾക്ക് അതിൽ പക്ക കൊമേഴ്ഷ്യലാണ് CID മ്യൂസിക്. സത്യം. അതിൽ 4 സ്റ്റേറ്റ് അവാർഡ് കിട്ടിയ പടം. ആ. എഡിറ്റർ, കോസ്റ്റ്യൂം, അങ്ങനെയുള്ള കുറേ സെക്ഷനിൽ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നമ്മൾ ഒരു സിനിമ ചെയ്യുമ്പോൾ അവാർഡ് അതിൻ്റെ കൂടെ വരുന്നു എന്നുള്ളതാണ്. ഇപ്പോൾ കുഞ്ഞുക്കുനും ചെയ്യുമ്പോഴും ചാന്തുകൂട്ടി ചെയ്യുമ്പോഴും എല്ലാം സ്പെഷ്യൽ ജൂറി അവാർഡ്സുകളാണ് അതിനകത്തേക്ക് വന്നത്. അതെ. എന്ന് വെച്ച് നമുക്ക് ചില സാഹചര്യത്തിൽ നമ്മൾ ചില ആളുകളൊക്കെ അവിടെ വരുമ്പോൾ നമുക്ക് ഇനിയിപ്പോൾ ഇത് നോക്കിയിട്ട് കാര്യമൊന്നുമില്ല, ജനസിനിമ ഉണ്ടല്ലോ എന്ന് പറയുന്ന ആ ഒരു ആംഗിളേ ഉള്ളൂ. ഇപ്പം പിന്നീട് ആ സിനിമയെക്കുറിച്ച് ഇപ്പോൾ ഈ ഇൻ്റർവ്യൂവിലും പാർവതി അത് എടുത്ത് പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഓരോ അവാർഡുകൾ വീണ്ടും വീണ്ടും കിട്ടുന്ന പോലെയല്ല, അത് നിങ്ങളുടെ മനസ്സിൽ നിൽക്കുന്നു എന്ന് പറയുന്നതല്ലേ. അപ്പം നമ്മൾ എടുത്ത ഒരു പരീക്ഷണം വലിയ സക്സസ് ആയി എന്ന് പറയുന്നതാണ്. അത് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ അവാർഡ് തന്നെയാണ്. സത്യം. ഇപ്പം ചില സിനിമകൾ നമ്മൾ കേൾക്കുമ്പോൾ ഫ്രണ്ട്സ് എന്ന് പറയുന്ന ഒരു സിനിമയിൽ സുരേഷ് ഗോപിക്ക് ഉണ്ടായിരുന്നൊരു റോളാണ് ജയറാമേട്ടൻ ചെയ്തത്, അല്ലെങ്കിൽ ഇപ്പം ഇന്ന ആളുടെ റോളാണ് ഇന്ന ആളെടുത്തത്, അങ്ങനെ കുറേ കഥകൾ നമ്മൾ സിനിമ ഇറങ്ങുന്ന മുന്നേ ഒക്കെ കേട്ടിട്ടുണ്ട്. പക്ഷെ ദിലീപേട്ടന് ചെയ്യേണ്ട റോളായിരുന്നു ഇന്ന ആളെടുത്തത് എന്നുള്ളത് നമ്മൾ അങ്ങനെ അധികം കേട്ടില്ല. ചിലപ്പം ഉണ്ടായിരിക്കാം, അറിയില്ല. പക്ഷെ ഒരു പ്രേക്ഷക എന്നുള്ള നിലയിൽ നമുക്ക് ഒരിക്കലും ദിലീപേട്ടൻ ചെയ്ത റോള് വേറെ ആൾ ചെയ്യും എന്നുള്ളത് നമുക്ക് ആക്സെപ്റ്റ് ചെയ്യാനും പറ്റില്ല. ദിലീപേട്ടൻ്റെ റോളുകൾ ദിലീപേട്ടന് മാത്രം ചെയ്യാൻ പറ്റുള്ളൂ എന്ന് പറയുന്ന ഒരു സംഭവം ഉണ്ടല്ലോ. അത് വളരെ പോസിറ്റീവ് ആയിട്ടുള്ളൊരു കാര്യമാണെങ്കിലും അതേപോലെ തന്നെ വളരെ റിസ്ക് എലമെന്റ് അതിലുണ്ട് എന്നുള്ളതാണ്. കാരണം ഇന്ന ആള് ഇന്ന ടൈപ്പ് സിനിമകളാണ് ചെയ്യുക എന്ന് പറയുമ്പോൾ ഒരു പ്രെഡിക്റ്റബിലിറ്റി അതിൽ വരുന്നുണ്ട്. പക്ഷെ ഇത്രയും വർഷമായിട്ട് ഇപ്പോഴും നമ്മളെ ആ ഒരു പാക്കേജിൽ നിന്നുകൊണ്ട് തന്നെ ഓരോ സമയം ബോറടിപ്പിക്കാതെ അത്ഭുതപ്പെടുത്തിക്കൊണ്ടിരിക്കുക എന്ന് പറയുന്നതിന്റെ രഹസ്യം എന്താണ് ദിലീപേട്ട? ദൈവാധീനം, അതാണ് ഫസ്റ്റ് തിങ്. പിന്നെ ഞാൻ 2-3 സിനിമകൾ അങ്ങനെ വേറെ ആൾ ചെയ്യേണ്ട സിനിമകൾ ചെയ്തിട്ടുണ്ട്. ഒന്ന് ശരിക്കും മമ്മൂക്ക ചെയ്യേണ്ട സിനിമയായിരുന്നു റൺവേ. ആ കഥ ശരിക്കും ആദ്യം മമ്മൂക്കയുടെ അടുത്തുനിന്ന് പ്രോജക്റ്റായി എന്തൊക്കെയോ പരോജ് ജോസും അവരൊക്കെ കൂടി പ്ലാൻ ചെയ്ത സിനിമ എന്തോ വാളർ ചെക്ക് പോസ്റ്റ് അങ്ങനെ വേറെ എന്തോ ഒരു പേരായിരുന്നു ആ സിനിമയ്ക്ക്. അങ്ങനെ ആ പ്രോജക്റ്റ് നടക്കാണ്ടായി കഴിഞ്ഞിട്ട് ഒരു ജോണി എൻ്റെ അടുത്ത് വന്ന് പറഞ്ഞു, ദിലീപ് ഒരു കഥ സിബിയുടെ ഉദയൻ്റെ കണ്ട് താൻ വരുന്നു കേട്ടു നോക്കണം എന്ന് പറഞ്ഞു. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കേൾക്കാമെന്ന് പറഞ്ഞു. അങ്ങനെ കേൾക്കാമെന്ന് പറഞ്ഞു. ഞാൻ കഥ കേട്ടപ്പോൾ ഒരു സ്പിരിറ്റ് മാഫിയ ലീഡറൊക്കെ ആയി മാറുന്നൊരു സാധനമാണ്. ഞാൻ പറഞ്ഞു ഞാനൊക്കെ ഇതെടുത്ത പൊങ്ങും. അത് കഴിഞ്ഞിങ്ങനെ സംസാരിച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് തോന്നി അങ്ങനെയാണെങ്കിൽ തന്നെ അതുപോലെ ഒരു ഡയറക്ടർ ചെയ്യേണ്ട ഒരു സിനിമയാണത്. അങ്ങനെയാണ് ഞാൻ ഇവരുടെ അടുത്ത് പറഞ്ഞു, ജോഷി സാറിനോട് പറഞ്ഞു നോക്ക്, സാറിൻ്റെ മനസ്സിൽ നമ്മൾ ഉണ്ടെങ്കിൽ നമുക്ക് ഭാഗ്യം, പക്ഷെ എനിക്ക് ഉറപ്പില്ല എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് നമ്മൾ കാരണം സ്പിരിറ്റ് മാഫിയ വേറെ ലെവലാണേ. അങ്ങനെ വേഗം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സാറിൻ്റെ അടുത്ത് ഇവർ പോയി കഥ പറഞ്ഞു. അപ്പം ഇവർ കുറച്ചൊക്കെ മാറ്റങ്ങൾ വരുത്തി. ഞാൻ എന്ന് പറഞ്ഞപ്പോൾ എൻ്റെ രീതിക്ക് ആക്കിയിട്ട് ചെന്ന് പറഞ്ഞു. അത് ഞാൻ സാറിന് വിളിച്ചു, എടാ അത് കൊള്ളാടാ അത് എന്ന് പറഞ്ഞു സാറ്. അപ്പോൾ ഞാൻ പറഞ്ഞു, സാറ് അത് ഞാൻ ചെയ്താൽ ശരിയാവുമോ സാർ എന്ന് ചോദിച്ചു. സാറിന് എന്നെ വിശ്വാസമുണ്ടോ? എടാ നീയാണ് കറക്റ്റ് അതിന് എന്ന് പറയും. ആ ഒറ്റ സാറിൻ്റെ ഒരു കോൺഫിഡൻസ് ഇല്ലേ, അതാണ് പിന്നത്തെ എൻ്റെ കോൺഫിഡൻസ് എന്ന് പറയുന്ന സാധനമുണ്ട്. അതുപോലെ തന്നെയാണ് ഞാൻ ഹോം മിനിസ്റ്ററായി അഭിനയിച്ചത്. ശരിക്കും പറഞ്ഞ ലൈൻ എന്ന് പറഞ്ഞ സിനിമയിൽ നമ്മൾ ഹോം മിനിസ്റ്റർ എന്ന് പറയുമ്പോൾ സാറ് ഓക്കെ ആവുന്നത്, കാരണം സാറിന് ആദ്യം ഞാൻ കേരളത്തിൻ്റെ ഹോം മിനിസ്റ്ററായിട്ട് സാർ എടാ അത് ഓക്കെയാണ്, സാറിൻ്റെ ഓക്കെയാണ് നമ്മുടെ കോൺഫിഡൻസ്. അപ്പം ശരിക്കും പക്ഷേ ഈ സിനിമകളിലെല്ലാം സരസത ഉണ്ടായിരുന്നു. ഏത് സിനിമയിലായാലും ചെസ്സ് ഞാൻ ചെയ്തതിലും ശരിക്കും പറഞ്ഞാൽ ഒരു ആക്ഷൻ ഓറിയൻറ്റഡ് സിനിമകൾ വെച്ചാൽ ആ ഒരു ലെവലിലുള്ള കുറച്ച് നമ്മളിൽ നിന്ന് മാറി നിൽക്കുന്ന സിനിമ എന്ന് വെച്ചാൽ ഒന്ന് റൺവേ, ഒന്ന് ലയൺ, പിന്നെ ചെസ്സ്, ഇതൊക്കെ വേറെ കാറ്റഗറി സിനിമകളാണ്. ശരിക്കും വേറെ പവർഫുൾ സിനിമകളാണ്. അത് കഴിഞ്ഞ് പിന്നെ ചെയ്തത് രാമലീലയിലേക്കാണ്, ആ ഒരു ഇതിലേക്ക് വരുന്ന സാധനങ്ങൾ. അപ്പം അതിലൊക്കെ ഇപ്പം ഞാൻ തമാശ ചെയ്തതിലും നർമ്മം സംഭവിക്കുന്നുണ്ട് ആ സിനിമകളൊക്കെ. അതാണ് പ്രേക്ഷകർ നമ്മളോട് പറയുന്നത്, നിങ്ങളുടെ സിനിമ എന്ന് പറയുമ്പോൾ നമ്മൾ കുറച്ച് ഒന്ന് പോപ്കോണൊക്കെ ആയിട്ട് വന്നിരുന്നിങ്ങനെ അങ്ങനെ അതിനാണ് വരുന്നത്. അപ്പം അതൊക്കെ ഒന്ന് തരണം കേട്ടോ എന്ന് പറയുന്ന
ഓക്കെ, അപ്പം നമ്മൾ അതിന് വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ വീണ്ടും സിനിമകൾ ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു. അതിൻ്റെ ഭാഗമാണ് നമ്മൾ വീണ്ടും തുടങ്ങുന്നു പവി കെയർടേക്കർ. യെസ്. പവി കെയർടേക്കർ എന്ന് പറയുന്ന ഒരു സിനിമ. ഈ സിനിമയിൽ ശരിക്കും ഈ കെയർടേക്കർ എന്ന് പറയുന്നത് ചോദിക്കുകയാണ്, അതേപോലെ ചേട്ടൻ്റെ ലൈഫിൽ ഒരു കെയർടേക്കർ ഉണ്ടെങ്കിൽ അതാരാണ്? ചേട്ടനെ കെയർ ചെയ്യുന്ന ആ ടേക്കർ. എന്നെ കെയർടേക്കർ ദൈവം തന്നെയാണ് ആദ്യത്തെ. പിന്നെ സിനിമയിൽ എനിക്ക് ഒരുപാട് എന്നെ സപ്പോർട്ട് ചെയ്യും, എന്നെ എന്താ പറയുക, മുന്നിലേക്ക് നയിക്കുന്ന ഒരുപാട് പേരുണ്ട്. എല്ലാ തരത്തിലും എന്നെ സപ്പോർട്ട് ചെയ്യുന്ന, അത് ഇവിടുത്തെ ഏറ്റവും പ്രഗത്ഭരായ വ്യക്തികൾ തന്നെ, സിനിമയിൽ തന്നെയാണെങ്കിലും പുറത്താണെങ്കിലും എല്ലാം, അവരെല്ലാം നല്ല മനസ്സിനോടുമേയും വളരെ സ്ട്രെയിറ്റ് ആയിട്ടുള്ള ആൾക്കാർക്ക് തന്നെയാണ്. അപ്പോൾ അത് പിന്നെ പേരെടുത്ത് പറഞ്ഞാൽ കുറേ പേരുണ്ട്. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ പിന്നെ അവരൊന്നും സത്യം പറഞ്ഞ പബ്ലിസിറ്റി ആഗ്രഹിക്കുന്നവരല്ല. അതുകൊണ്ട് അവരെയൊന്നും നമുക്ക് വേണ്ടി മത്സരിക്കാനും വാദിക്കാനൊന്നും അല്ലെങ്കിൽ മോശമായിട്ട് പറയാൻ ഒരു കാര്യത്തിന് അവരെ ടി വിയുടെ മുമ്പിലോ വേറെ സ്ഥലത്തോ അവരെ കാണൂല. പക്ഷെ അവരുടെ എല്ലാവരുടെയും സപ്പോർട്ട് ആണ് നമ്മളുടെ ഈ നിൽപ്പും പോക്കും എല്ലാം. ആക്ടേഴ്സ് ആണെങ്കിലും ഡയറക്ടേഴ്സ് ആണെങ്കിലും പ്രൊഡ്യൂസേഴ്സ് ആണെങ്കിലും ഡിസ്ട്രിബ്യൂട്ടേഴ്സ്, തിയേറ്റേഴ്സ്, ഏത് സെക്ഷനിലെ സിനിമയിൽ ഇനി സിനിമയ്ക്ക് അപ്പുറമുള്ള വളരെ വലിയ മേഖലയിലെ ഏറ്റവും വലിയ സുഹൃത്തുക്കൾ, അവർക്കൊക്കെ അറിയാം ഞാൻ എന്താണ്. കാരണം ഞാൻ മിമിക്രി തുടങ്ങിയ കാലം തുടങ്ങിയ എൻ്റെ ക്യാരക്ടറും എന്നെ 100% എന്നേക്കാൾ കൂടുതൽ പഠിച്ചിരിക്കുന്ന ആൾക്കാരാണ്. അപ്പോൾ അതുകൊണ്ട് അവർക്കറിയാം. അപ്പോൾ ആ ഒരു സപ്പോർട്ട് തന്നെയാണ് ഇത്. പിന്നെ കെയർടേക്കർ ഞാൻ വിശ്വസിക്കുന്നത്, കാരണം ഓരോ സ്ഥാനത്തും ഓരോരോ ആൾക്കാരുണ്ട്. ഞാൻ മലയാള സിനിമയിൽ വരുന്നത് ജയറാമേട്ടൻ, ആ ജയറാമേട്ടൻ വഴിയാണ് ഞാൻ സിനിമയിൽ വന്നത്. പലപ്പോഴും എനിക്ക് തോന്നിയിട്ടുണ്ട് ജയറാമേട്ടൻ എനിക്ക് വേണ്ടിയിട്ടാണോ സിനിമയിൽ വന്നതെന്ന് തോന്നി. കാരണം എനിക്ക് എൻ്റെ തലതൊട്ടപ്പനെ എൻ്റെ ബ്രദർ എന്നുള്ള രീതിയിൽ ഞാൻ പുള്ളിനെ കാണുന്നത്. പിന്നെ അതുപോലെ തന്നെ എൻ്റെ സീനിയേഴ്സായ ഇപ്പോൾ ലാലേട്ടനാണ്, മമ്മൂക്കാണെങ്കിലും സുരേഷ് ഏട്ടനാണെങ്കിലും ഒക്കെ ഓരോ സ്ഥാനങ്ങളുണ്ട് അവർക്ക് എൻ്റെ ലൈഫിൽ. ഞാൻ അവരുടെ മുമ്പിൽ ക്ലാപ്പ് അടിച്ചു തുടങ്ങിയൊരു ജീവിതമാണ്. അപ്പോൾ അതുപോലെ തന്നെ മറ്റുള്ള കോ ആർട്ടിസ്റ്റുകളും ആരാണെങ്കിലും ഒക്കെ ആയിട്ട് ഓരോ തരത്തിൽ ഒരു ഇതുണ്ട്. അതെ. അപ്പം ഇതിലേക്ക് പവി കെയർടേക്കറിന്റെ ഡയറക്ടർ വിനീത്, എങ്ങനെയാണ് വിനീത് എന്ന് പറയുന്ന സംവിധായകനെ ചേട്ടൻ നോക്കി കാണുന്നത്? വിനീതിനെ ഞാൻ ആദ്യം കാണുന്ന സിനിമയിൽ തന്നെയാണ്. നമ്മൾ കണ്ടിട്ടില്ല, എത്രയോ സിനിമകൾ നമ്മൾ കണ്ടു. വിനീത് ഭരതമൊക്കെ നമുക്ക് ഒരിക്കലും ഇതാവാൻ പറ്റൂല്ലോ, നമ്മൾ ശ്രദ്ധിച്ചതാ. അതുപോലെ എനിക്ക് തോന്നുന്നു വടക്കൻ വീരാതല്ലേ പണ്ടത്തെ ജോമോളും അല്ലേ, ജോമോളുടെ ഒരു പ്രത്യേക നോട്ടോ ഒക്കെ ആയിട്ട് ചെറുതായിട്ട് അപ്പൊ നമ്മള് ജോമോളിനെ ശ്രദ്ധിക്കുന്നത്. പിന്നീട് ജോമോൾ എൻ്റെ ഹീറോയിനായിട്ട് 2 പടത്തിൽ അഭിനയിച്ചു. പിന്നെ വിനീതിന് പിന്നെ നല്ല നല്ല ആളാണ്, നന്നായിട്ട് ഡാൻസ് ചെയ്യുന്ന പയ്യനാണ്. എനിക്ക് കൂടുതൽ അടുത്തറിയാന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സലാം ഹബീബി എന്ന് പറഞ്ഞൊരു പ്രോഗ്രാം ഉണ്ടായിരുന്നു, സിദ്ദിഖൻ ഡയറക്ഷൻ. അപ്പം ഞങ്ങള് വലിയ ഷോയാ, അന്ന് ഷാറൂഖ് ഖാൻ്റെ ഷോ നടക്കണം അതേ സ്റ്റേജിൽ തന്നെ ഞങ്ങളുടെ ഷോയും നടക്കണേ. അന്ന് വിജയബാബു ആണ് അതിൻ്റെ സ്പോൺസർ. മാക്സ് എന്തോ ഒരു മാക്സ് മീഡിയ അങ്ങനെ എന്തോ ഒരു പേരുണ്ട് വിജയബാബുവിൻ്റെ ഇതിൻ്റെ. അപ്പോൾ വിജയ്, സ്മിത, വിജയൻ്റെ വൈഫ്, അതുപോലെ സമീർ, ഇവരൊക്കെ കൂടിയാണ് ആ ഷോ ചെയ്യുന്നത്. പോയിരിക്കുന്ന ഇവിടുന്ന് വലിയ ടീം. അതിൽ ഞാനുണ്ട്, വിനീത്, 2 വിനീത് എന്ന് വെച്ചാൽ നമ്മുടെ മറ്റേ ഡാൻസ് വിനീത് ഉണ്ട്, ഈ വിനീത് കുമാറുണ്ട്, പിന്നെ സലീം തുടങ്ങിയ അങ്ങനെ ഒരു ടീമുണ്ട്, നവ്യ, അങ്ങനെ ശ്വേത, അങ്ങനെ വലിയ ടീമാണ്. മണി ഉണ്ടോ സംശയമുണ്ട്. ഞങ്ങൾ ഷോയ്ക്ക് പോവാം. അപ്പോൾ ഇവർ ഭയങ്കര ഡാൻസേഴ്സ് അല്ലേ ഇവർ രണ്ടുപേരും. അപ്പോൾ ഇവർ രണ്ടുപേരും, ഞാനും ഉണ്ടായിന് ആ ഡാൻസിൽ. ഞാനാണെങ്കിൽ ഇവർ രണ്ടുപേരും 7 എത്തുവരും. ഞാൻ പറഞ്ഞു, കാരണം ഞാൻ വിനീതിൻ്റെ കൂടെ, മറ്റേ വിനീതിൻ്റെ കൂടെ ഞാൻ അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് വരെ വർക്ക് ചെയ്തിട്ടുള്ളേ, ചമ്പക്കുളം അച്ഛനും ഗസലും ഒക്കെ. അപ്പോൾ ഞാൻ ഇവരെന്നിട്ട് പാവങ്ങളുണ്ടല്ലോ, ഇവർ രണ്ടുപേരും എന്നെ ഡാൻസ് പഠിപ്പിക്കാനും എന്നിട്ട് ഡാൻസൊക്കെ പഠിപ്പിച്ച് ഒരു കണക്കിന് റെഡിയാക്കി. ചില പാരൻസൊക്കെ ഒന്ന് കുട്ടീനെ റെഡിയാക്കൂലേ, അതുപോലെ 2 പേരോട് എനിക്ക് ഡ്രസ്സ് ഇടിപ്പിക്കലേ, ചേട്ടാ ഇതങ്ങനെ ചെയ്താൽ മതി, ദിലീപ് ഇത് കറക്റ്റാണ്. ഞാൻ ഒരു ഇതുമില്ല, കാരണം ഇവന്മാർ 2 പ്രഗത്ഭർ, അതിൻ്റെ ഇടയിലേക്ക് നിൽക്കാൻ ഞാൻ ഷോയുടെ ഹീറോ ഞാനാ. അപ്പൊ പാവങ്ങള്, ഞാൻ പറഞ്ഞു നിങ്ങൾക്ക് ഭ്രാന്താടാ എന്നെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിക്കാൻ, നിങ്ങൾ മര്യാദയ്ക്ക് രക്ഷപ്പെടാൻ നോക്ക് ഇതൊക്കെ പറഞ്ഞു. അപ്പോൾ അല്ലാട്ടാ അങ്ങനെയല്ല, നിങ്ങൾ ചെയ്യണം, നിങ്ങൾ എന്തിനാ നാണിക്കണേ, നിങ്ങൾക്ക് താളമുണ്ട്, നിങ്ങൾ കറക്റ്റ് ചെയ്യും, നിങ്ങൾ ചെയ്യ് എന്ന് പറഞ്ഞ് നമ്മളെ കൊണ്ട് ഇങ്ങനെ ചെയ്യിപ്പിക്കാനുള്ളൊരിതില്ലേ. അത് കഴിഞ്ഞാണ് നമ്മളിപ്പോൾ കുറേ കാലത്തിന് ശേഷം വിനീതൊക്കെ ആയിട്ട് പല പല സ്ഥലത്ത് കാണുന്നു എന്നല്ലാതെ ഇത്ര അടുപ്പം ഇതില്ല. അപ്പോൾ പിന്നെ അവരുടെ ഉള്ളിൽ നമ്മളോട് നല്ല സ്നേഹമുണ്ട് എന്ന് മനസ്സിലാവുന്ന വെച്ചിട്ടുണ്ടെങ്കിൽ അവർ നമ്മളോട് വന്ന് ഇത് പറഞ്ഞ് നമ്മളെ ഇതാക്കണം. അപ്പോൾ ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇയാളുടെ ഈ പ്രായമൊക്കെ പറഞ്ഞപ്പോൾ തന്നെ നമ്മൾ ഓക്കെ, നമ്മളിപ്പോൾ ഇങ്ങനെയാണ് ഇയാൾ, കാരണം വേറൊരു
പ്രായ വ്യത്യാസം തോന്നാതെ ഒരു പ്രായം ഇയാൾക്ക് തോന്നണം. മറ്റേ നരയിടുവോ അങ്ങനെ ഒന്നും ചെയ്യുകയും ചെയ്യരുത്. പക്ഷെ ഇയാൾക്ക് കുറച്ച് പ്രായം തോന്നണ്ടല്ലേ എന്ന് തോന്നുന്ന രീതിയിലാവുകയും ചെയ്യണം. അപ്പോൾ അതിങ്ങനെ സംസാരിച്ചു. അങ്ങനെയാണ് നമ്മൾ കാരണം കുറേ പേര് ഈ അടുത്ത് കണ്ടപ്പോൾ സ്റ്റില്ലൊക്കെ കണ്ടപ്പോൾ ആ മീശക്ക് കുറച്ച് കട്ടി കുറയ്ക്കും കേട്ടോ, പ്രായം കൂടുക. ഞാൻ പറഞ്ഞു അത് ആ ക്യാരക്ടറിന് കാരണം ആ മീശയ്ക്ക് കുറച്ച് കട്ടിയൊക്കെ വരുമ്പോൾ അയാളുടെ മുടിയുടെ സ്റ്റൈലും അയാളുടെ രീതിയും ഒക്കെ കാരണം അതിനെക്കുറിച്ച് നാലും ബോധേടല്ല. അപ്പോൾ വലിയ മീശയൊക്കെ വന്നപ്പോൾ തന്നെ അയാൾക്ക് കുറച്ചും കൂടി ഒരു പ്രായം തോന്നുന്ന പോലെ. പ്രായം കൊണ്ട് നമുക്കൊക്കെ പ്രായം കൂടിക്കൊണ്ടിരിക്കുകയാണ്, അതല്ല എന്നാലും പറയാണ്. അപ്പൊ ഉള്ളിലിപ്പോ അത് ആലോചിച്ചു, അല്ല നിങ്ങൾക്ക് എന്താ പ്രായം കൂടുന്നില്ലേ എന്ന് ആലോചിച്ചോണ്ടിരുന്നു അല്ലേ? എനിക്ക് തോന്നി കണ്ണുകളിൽ വായിച്ചു. ഇല്ലില്ല, കണ്ണുകൾ വായിച്ചില്ല. ഞാൻ ഉദ്ദേശിച്ചത് ഇപ്പൊ നിങ്ങൾ എന്താണോ ഉദ്ദേശിച്ചത്, അതായത് ഇപ്പം എന്താ പറയണ്ടേ, നര ഒന്നും വേണ്ട, പക്ഷെ ഇയാൾക്ക് പ്രായം തോന്നിക്കണം എന്ന് പറഞ്ഞ് ഒരു മീശ കുറച്ചുകൂടി കട്ടി വെക്കുക, അങ്ങനെ ഒരു സാധനത്തിൽ ഒരാൾക്ക് പ്രായം തോന്നിക്കും എന്ന് പറയുന്ന ഒരു സംഭവം ഇപ്പൊ എനിക്കുള്ള മീശയേക്കാൾ വളരെ കട്ടിയുള്ള മീശ. സത്യം. അപ്പൊ ഈ ഇപ്പൊ ഇരിക്കണ ഈ ഫോട്ടോയും ആ ഫോട്ടോയും വെച്ചാൽ വ്യത്യാസം തോന്നാം. അതെ. പിന്നെ മാത്രമല്ല നമ്മുടെ ഓരോ സിനിമകളിലും ആ വ്യത്യാസങ്ങൾ ഇപ്പൊ ഏതൊരു ഇത് കണ്ടാൽ ഇത് ഈ സിനിമയിലെ അയാളാണ് എന്ന് പറയുന്ന പോലെ മാക്സിമം ശ്രമിക്കുന്നുണ്ട് നമ്മൾ. അപ്പൊ ആ ഒരു ചെറിയ വ്യത്യാസം അതിൽ ഉണ്ടാക്കിയിട്ടുണ്ട്. പിന്നെ എല്ലാം കറക്റ്റായിട്ട് രാജേഷ് വന്ന് പറഞ്ഞ കഥ, അരവിന്ദിന്റെ അതിഥികൾക്ക് ശേഷം രാജേഷ് കുറെ നാളായിട്ട് പാവം വർക്ക് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. ഇപ്പൊ കഴിഞ്ഞ ദിവസമാണ് രാജേഷ് ഓഡിയോ റിലീസിനാണ് പറഞ്ഞത് രാജേഷിന്റെ മുമ്പിൽ വന്ന് നിന്നൊരു കഥാപാത്രമാണ് ഇയാളെന്ന് പറഞ്ഞത്. അത് എന്നോട് പറഞ്ഞില്ല. ചിലപ്പോൾ അത് പറഞ്ഞാൽ ചിലപ്പോൾ ഞാൻ അയാളെ എന്നെ പൊക്കോന്ന് പറഞ്ഞിട്ട് ഇയാളുടെ ഇതിലുണ്ടാക്കിയതല്ല, ഇയാൾക്ക് ഉടായ്പിൽ കിട്ടിയ ഒരു സാധനം കൊണ്ട് വന്നേക്കാന്നൊക്കെ നമ്മൾ വിചാരിച്ചാലോ എന്ന് വിചാരിച്ചിട്ട് ഇയാൾ ഇന്നലെ പടമൊക്കെ ആയിക്കഴിഞ്ഞതിന് ശേഷമാണ് ഇങ്ങനെ. സത്യം പറയട്ടെ. പക്ഷെ രസകരമായിട്ട് നമുക്ക് സ്ക്രിപ്റ്റ് ഫുൾ വായിച്ച് കേട്ടപ്പോൾ തന്നെ നമുക്ക് ഇതിൽ ഒരു രസമുണ്ട്. പ്രേക്ഷകർ നമ്മളിൽ നിന്ന് പ്രതീക്ഷിക്കുന്ന സാധനങ്ങളുള്ള ഒരു സിനിമ. കുറേ നാളായിട്ട് നമുക്ക് അങ്ങനത്തെ ഒരു കഥ കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, നമുക്കത് കിട്ടി. പിന്നെ നല്ല പാട്ട്, പിന്നെ ഇവർ നമ്മളെ കൊണ്ട് പിന്നെ ഇതിപ്പോഴും ആ പരിപാടി ഉണ്ട് കേട്ടോ, നമ്മളെ കൊണ്ട് ഡാൻസ് ചെയ്യിപ്പിക്കുക. അത് ഞാനത് കുറേ പ്രാവശ്യം അല്ല ഈ ഡാൻസേഴ്സ് കൂടി ഉണ്ടെങ്കിൽ നന്നാവില്ലേ ചേട്ടാ? എല്ലാവരും ഉറങ്ങാം, ചേട്ടൻ മാത്രം ഡാൻസ് ചെയ്തു. ഞാൻ പറഞ്ഞ ക്രൂരതയാണ് വിനീത്. അറ്റ്ലീസ്റ്റ് മറ്റത് അവരെങ്കിലും നോക്കി കളിക്കാലോ എനിക്ക്, ഞാൻ തന്നെ ചെയ്യണ്ടേ? അത് കുഴപ്പമില്ല കേട്ടോ, ചേട്ടൻ ചെയ്യും എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മളെ എങ്ങനെ ഇൻസ്പയർ ചെയ്യാന്ന് പറയുന്ന ഒരു സാധനം കണ്ടല്ലോ, നന്നായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ സനു താഹിർ, രോമാഞ്ചത്തിൻ്റെ ക്യാമറമാനാണ് എൻ്റെ ക്യാമറമാൻ. സമീർ താഹിറിൻ്റെ അനിയനാണ്. എല്ലാവരും അവരവരുടെ ജോലികളെല്ലാം ഗംഭീരമായിട്ട് ചെയ്തിട്ടുണ്ട്. അതുപോലെ ഇതിൽ മ്യൂസിക് മിഥുൻ മൂന്തൻ, റോഷാക്കൊക്കെ ഇവിടെ ചെയ്തു. പിന്നെ അദ്ദേഹം കൂടുതൽ കന്നഡ മൂവീസാണ് ചെയ്യുന്നത്. അപ്പോൾ അതൊക്കെ രസകരമായിട്ട് വന്നിട്ടുണ്ട്, പാട്ടുകളൊക്കെ ആണെങ്കിലും. പിന്നെ പുതുമുഖ നായികമാര് 5 പേര് നമ്മുടെ കൂടെ വരികയാണ്. അതിൽ ഒരാള് ഒരു ഏതൊക്കെ സിനിമയിൽ അഭിനയിച്ചിട്ടുണ്ട്, പാച്ചോ അത്ഭുത വിളക്കിലൊക്കെ അഭിനയിച്ചിട്ടുണ്ട്. പക്ഷെ 5 പേര് അല്ലാതെ മൊത്തത്തിൽ 4 പേരല്ലാതെയും ഈ കുട്ടിയുടെ കുടുംബം 5 പേര്. കാരണം നമ്മളെ സംബന്ധിച്ച് ഒരുപാട് മലയാള സിനിമയിൽ, അതിൽ ഇന്ത്യൻ സിനിമയിൽ തന്നെ പോയി വളരെ പേര് കേട്ട ഒരുപാട് ഹീറോയിൻസ് നമ്മുടെ കൂടെ വന്നിട്ടുണ്ട്. അതിൽ വലിയ സന്തോഷമുള്ള ഒരാളാണ്. സത്യല്ലേ? ചേട്ടന്റെ കൂടെ എനിക്കൊന്ന് സ്റ്റാർട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ കുറെ പേരും. അപ്പൊ ഹീറോയിനായിട്ട് എനിക്ക് തോന്നുന്നത് മഞ്ജു എൻ്റെ കൂടെ ഹീറോയിനായിട്ട് വരുന്നത്, മീര എൻ്റെ കൂടെയാണ്, കാവ്യ എൻ്റെ കൂടെ ഹീറോയിനാണ്, നവ്യ എൻ്റെ കൂടെയാണ് ഹീറോയിൻ, ഭാവന എൻ്റെ കൂടെ ഹീറോയിനാണ്. പിന്നെ ഒരുപാട് പേര് വേറെ. അതിൽ ഈ പറയുന്ന ആളുകളൊക്കെ മിക്ക ഭാഷകളിലും വളരെ ശ്രദ്ധിക്കപ്പെട്ട ഒരാളാണ്. ചേട്ടനാണ് അപ്പൊ എല്ലാവരുടെയും എനിക്ക് തോന്നുന്നൊരു നമ്മളെല്ലാം പറയുന്ന ലക്ക് ഫാക്ടർ. അല്ല അങ്ങനെയല്ല, അത് നമ്മൾക്ക് അവർക്ക് അങ്ങനെ ഒരു ഇതിൽ പോകുമ്പോൾ നമുക്ക് ഒരു സന്തോഷം, അത്രേ ഉള്ളൂ. ഇപ്പം ജയറാമേട്ടനാണ് കൊണ്ടുവന്നതെന്ന് പറഞ്ഞുകൊണ്ട് ജയറാമേട്ടൻ്റെ അടുത്തൊരു ഇന്റർവ്യൂവിൽ പറയുന്നുണ്ടായിരുന്നു, ദിലീപിന്റെ റോളുകളൊക്കെ അവനെ ചെയ്യാൻ പറ്റുള്ളൂ, അവൻ്റെ ഒരു ശരീരപ്രകൃതിക്കൊക്കെ പറ്റിയ റോളുകളാണ് അവൻ ചെയ്യുന്നത്, അത് അവനെ കൊണ്ട് തന്നെ പറ്റുള്ളൂ എന്നുള്ള സാധനം. അപ്പോൾ പണ്ട് ചേട്ടൻ പറഞ്ഞിട്ടുണ്ട് എനിക്ക് കുറച്ചും കൂടി ഹൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ ഒരു ആഗ്രഹം, അല്ലെങ്കിൽ കുറച്ചും കൂടി ഒരു തടിയും വണ്ണമൊക്കെ ഉണ്ടായിരുന്നെങ്കിൽ എന്ന് പണ്ടത്തെ ഒരു ഇന്റർവ്യൂവിൽ പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ഇപ്പൊ നോക്കുമ്പം ചേട്ടൻ അന്ന് എന്തോ കൊണ്ടോ എൻ്റെ ഒരു കുറവുകൾ എന്ന് വിചാരിച്ചിരുന്ന സാധനങ്ങളൊക്കെ ഇപ്പൊ ഒരു ബ്ലെസ്സിങ് ആയിട്ടോ അല്ലെങ്കിൽ അനുഗ്രഹമായിട്ടോ ശക്തിയായിട്ടൊക്കെ മാറിയിരിക്കുകയാണ്. ഇപ്പൊ ഞാൻ ആലോചിക്കുന്നത്, ഇപ്പൊ ചാന്തുപൂട്ട് അല്ലെങ്കിൽ കുഞ്ഞിക്കൂൻ എന്നൊക്കെ ഉള്ളത് ചേട്ടൻ നല്ല 6 അടി പൊക്കവും നല്ല സൈസൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ ചിലപ്പോൾ അതൊക്കെ ചെയ്യാൻ പറ്റുമായിരിക്കും. പക്ഷെ നമുക്കൊരു ബുദ്ധിമുട്ട് തോന്നും അത് കാണുമ്പോൾ. അപ്പോൾ അതെങ്ങനെയാണെന്ന് വെച്ചാൽ കുറവുകൾ എന്ന് വിചാരിച്ചിരുന്ന സാധനങ്ങൾ ശക്തിയാക്കി മാറ്റുക എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ, അത് ഈ മനഃപൂർവ്വം
എന്താ പറയണ്ടേ, നമ്മൾ ആ ഒരു ഫോക്കസ് അങ്ങനെ ആയതുകൊണ്ട് മാറി വന്നതാണോ? അല്ല, പണ്ട് ഈ പറയുന്ന പോലെ ഇപ്പം ആദ്യം തന്നെ ജയറാമേൻ്റെ കാര്യം പഞ്ചാബ് കേസ് ചെയ്യുന്ന സമയത്ത് ജയറാമേൻ്റെ അടുത്താന്ന് തോന്നുന്നു ഈ കഥ ആദ്യം പറഞ്ഞത്. അപ്പോൾ അവർ ആ. പറഞ്ഞു ഇത് ദിലീപ് ചെയ്യുന്നതായിരിക്കില്ലേ നല്ലത് എന്ന് ചോദിച്ചിട്ടാണ് അത് എന്നിലേക്ക് വന്നത്. ഓ. പിന്നെ അതുപോലെ ഞാൻ വേറെ നേരത്തെ പറഞ്ഞ് തീർന്നില്ല. ആ. മമ്മൂക്ക ആരുടെ പടം അത് ചെയ്ത് ഞാൻ പിന്നെ ഒരു പടം ചെയ്തത് വോയിസ് ഓഫ് സത്യനാരായണൻ ശരിക്കും ആദ്യം ഫഹദ് ചെയ്യേണ്ട പടമായിരുന്നു. അതെയോ? ആ അപ്പോൾ എൻ്റെ അടുത്ത് ഇങ്ങനെ കഥ പറഞ്ഞു. കഥ കേട്ട് കളിച്ചു. ഓക്കെ ഇത് കൊള്ളാം. പക്ഷെ നിങ്ങൾ ആദ്യം ആ ജോജുവിനെ കൺഫേം ആക്കണം. എന്നാലേ ഇത് ഞാൻ ചെയ്യാൻ പറ്റുള്ളൂ. കാരണം അതാണ് അതിലെ പ്രധാനപ്പെട്ട ഒരു വേഷം. അതെ. കാരണം അത് വർക്കൗട്ട് ആയില്ലെങ്കിൽ ഈ സിനിമ നിൽക്കൂല കേട്ടോ ആ. എന്ന് ഞാൻ പറഞ്ഞിരുന്നു. അത് കഴിഞ്ഞ് ഞാൻ ഫഹദിനെ വിളിച്ചു ചോദിച്ചു, ഷാനു ഇങ്ങനെ ഒരു സാധനം ഇവർ പറയുന്നുണ്ട്, ഷാനു ചെയ്യുന്നുണ്ട്, ഷാനു ചെയ്യണേ ഷാനു ചെയ്തോട്ടോ. ഇല്ല ഏട്ടാ ഞാനത് ഓടി എത്തൂല, അത് ചേട്ടാ ചെയ്യണേ ചെയ്തു എന്നുള്ള രീതി. പിന്നീട് ഷാനുവിൻ്റെ അടുത്ത് പറഞ്ഞു, ചേട്ടാ അതെനിക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹം ഉണ്ടായിരുന്നു. ഞാൻ പറഞ്ഞു എനിക്ക് എൻ്റെ അടുത്ത് പറയായിരുന്നില്ലേ എന്ന് ചോദിച്ചു. ആ. അപ്പം അങ്ങനെയുള്ള ഇത്. പിന്നെ പിന്നെ ഒരു സിനിമ കൂടി ഉണ്ട്, ആരോ ഇങ്ങനെ സംസാരിച്ച സിനിമ. അതെല്ലാം അവരുടെ പെർമിഷനോടുകൂടി തന്നെയാണ് നമ്മൾ ചെയ്തിട്ടുള്ളത്. അതെ. അപ്പൊ ജയറാമേട്ടനെ പറ്റി പറയായിരുന്നു. ആ ജയറാമൻ അപ്പം അങ്ങനെയുള്ള ഈ വേഷങ്ങളുടെ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സത്യസന്ധമാണ് പറഞ്ഞത്. പാർവതി പറഞ്ഞതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എനിക്ക് ഫീൽഡിൽ ഇപ്പോൾ ഭയങ്കര പൊക്കവും ഇതൊക്കെ ഉണ്ടെങ്കിൽ ഇപ്പോൾ ചാന്തുപൊട്ടോ മായ മോഹിനിയോ ഒന്നും എനിക്ക് ചെയ്യാൻ പറ്റില്ലായിരുന്നു. അതെ. പച്ചക്കുതിര അതൊക്കെ കുറച്ച് ചില സാധനങ്ങൾക്ക് ടൈലർ മെയ്ഡ് പോലെ ആക്കി നമ്മൾ വിടണമെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റു രൂപത്തിൽ വരുമ്പോൾ നമുക്ക് അത്രയും ഒടിഞ്ഞു നുറുങ്ങാനോ ഫ്ലെക്സിബിലിറ്റി ഒക്കെ ചെയ്യാം അല്ലേ, അതെ. വ്യത്യാസമാവും. ഇപ്പോൾ വലിയ പൊക്കത്തിൽ കിടക്കുന്ന ഒരുത്തനെ ഏഴരക്കൂട്ടത്തിൽ അരയായിട്ട് അഭിനയിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെ കാണിക്കണം എന്ന് തോന്നിക്കഴിഞ്ഞാൽ കുഴപ്പമായി പോയി. അതെ. ചാന്തുപൊട്ട് അതെ. അങ്ങനെയുള്ള സത്യം. വേഷങ്ങളൊക്കെ. അപ്പോൾ അതൊക്കെ ഒരു ദൈവാധീനത്തിൽ അങ്ങനെ. പിന്നെ നമ്മൾ എന്ത് വ്യത്യസ്തമായിട്ട് കണ്ടുപിടിക്കാന്ന് പറഞ്ഞാൽ എൻ്റെ പുറകെ പോയി അത്രേ ഉള്ളൂ. ഇപ്പൊ ഞാൻ പിന്നെ അതാണ് നമ്മൾ ഇന്നാളെ ഒരു ഫംഗ്ഷനിൽ ഞാൻ പറഞ്ഞു, ഇത് കുട്ടികളുടെ ഫംഗ്ഷനിലാണ് പറഞ്ഞത്, നമ്മൾ ഒരിക്കലും നമ്മളുടെ കുറവുകളെ ഉറച്ച് വിഷമിക്കരുത്. നമ്മളെല്ലാവർക്കും എന്തെങ്കിലുമൊക്കെ കുറവുള്ള ആൾക്കാരായിരിക്കും. പക്ഷെ അതിന് ദൈവത്തിനൊരു പദ്ധതി ഉണ്ടാവും. ആ കുറവിന് ഒരു കൂടുതൽ ദൈവം തരും എന്ന് പറയുന്നൊരു സംഭവം ഉണ്ടല്ലോ. അതിന് നമ്മൾ ചിന്തിക്കുക, ദൈവത്തിൽ വിശ്വസിക്കുക, നമ്മൾ നമ്മുടെ ചെയ്യുന്ന കാര്യങ്ങളിൽ വിശ്വസിച്ച് ചെയ്യുക എന്നുള്ളത് മാത്രമേ ഉള്ളൂ. അതെ. ഇപ്പം ഒരു കുറച്ച് സിനിമകളിൽ നായകനായിട്ട് വരുന്ന ഒരാളെ നമ്മളെല്ലാവരും ചിലപ്പോൾ ശ്രദ്ധിക്കും. ഇയാൾ മറ്റേതിലും നായകനായിരുന്നല്ലോ അങ്ങനെ. ഇപ്പൊ വില്ലനായിട്ട് വരുന്ന ആൾക്കാരെ ശ്രദ്ധിക്കാൻ എളുപ്പമുണ്ട്. ഇപ്പൊ നായകന്റെ കൂടെ സപ്പോർട്ടിങ് റോളിൽ എന്നൊക്കെ പറഞ്ഞു വരുന്ന ആൾക്കാരെ ശ്രദ്ധിക്കും. പക്ഷെ ഈ ആൾക്കൂട്ടത്തിൽ ഒരാളായിട്ട് വരിക എന്ന് പറയുന്നതും അതിൽ ഒരാളെ നമ്മൾ ശ്രദ്ധിക്കുക എന്ന് പറയുന്നത് ഭയങ്കര എന്താ പറയാ പാടാണ് എന്നുള്ളത് മാത്രമല്ല, അത്രയും കഴിവുണ്ടെങ്കിൽ മാത്രമേ അത് നടക്കുള്ളൂ എന്നുള്ളതാണ്. അപ്പൊ ചേട്ടനെ സംബന്ധിച്ചിടത്തോളം ഇപ്പൊ സൈന്യമായിക്കോട്ടെ, ആലഞ്ചേരി തമ്പ്രാക്കൾ, ഈ സിനിമകളിലൊക്കെ ആൾക്കൂട്ടത്തിൽ ഒരാളാണ്. പക്ഷെ ചേട്ടനുള്ള സീനുകളൊക്കെ ആളുകൾക്ക് ഇഷ്ടമാണ്, ആളുകൾ അത് നോട്ട് ചെയ്തിട്ടുണ്ടെന്നുള്ളതാണ്. അപ്പൊ ഈ ആൾക്കൂട്ടത്തിൽ ഒന്ന് നോട്ടീസ് ചെയ്യപ്പെടാൻ അന്ന് കുറെ ബുദ്ധിമുട്ടിയിട്ടുണ്ടായിരുന്നോ? ഇല്ല, ശരിക്കും പറഞ്ഞാൽ സിനിമയിൽ അഭിനയിക്കണം എന്ന് ആഗ്രഹമായിട്ട് സിനിമയിൽ വന്നിട്ട് അസിസ്റ്റന്റ് ഡയറക്ടറായിട്ട് പിന്നെ സിനിമയിൽ ഇനി പല ശ്രമങ്ങൾ നടത്തി അതൊരിക്കലും ഇനി വിജയിക്കില്ല എന്ന് തോന്നിയ നിമിഷത്തിൽ പൂർണ്ണമായിട്ട് സംവിധാന രംഗത്തേക്ക് മാറാം എന്ന് പറഞ്ഞ് ചിന്തയിൽ നിൽക്കുന്ന സമയത്ത് കറങ്ങി സിനിമയുടെ മുമ്പിൽ വന്ന ഒരാളാണ്, ക്യാമറയുടെ മുമ്പിൽ വന്ന ഒരാളാണ് ഞാൻ. അപ്പം നമ്മളെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നൊക്കെ ചില സമയത്ത് ഇപ്പോൾ ചമ്പക്കുളം അച്ഛൻ ചെയ്യുമ്പോൾ ഇന്നും ഞാനും ലാൽ ജോസ് അപ്പുറവും നിൽക്കുന്നുണ്ട് വിനീതിൻ്റെ. കരച്ച കണ്ടിന്യൂറ്റിക്ക് വേണ്ടിയിട്ട് ഞങ്ങളാണ് നിന്ന് കൈയടിക്കലും ഇതാക്കണം. എന്നിട്ട് ഞങ്ങൾ പക്ഷേ സ്ക്രീനിൽ കാണുമ്പോൾ നമ്മളിങ്ങനെ കാരണം നമ്മളെ കാണുകയാണല്ലോ, നമ്മൾ എങ്ങനെ ഇരിക്കണേ എന്നുള്ളൊരു സാധനം. പിന്നെ എന്നോട് ചൂടാമ്മ എന്ന് പറഞ്ഞ സിനിമയിൽ അഭിനയിച്ചു. അതിനകത്ത് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് പറയുന്ന സാധനങ്ങളായിരിക്കും. പിന്നെ സൈന്യത്തിൽ അഭിനയിച്ചപ്പോഴും നമ്മൾ ശ്രദ്ധിക്കപ്പെട്ടു, കൊക്ക് തോമാന്ന്. അതിന് നമ്മൾ ഒരു ക്യാരക്ടറിന് പേരൊക്കെ ഉണ്ടാക്കി ഷിബുവിൻ്റെ അടുത്ത് ഇങ്ങനെ ഒരു ഷിബുട്ടാ എന്നൊക്കെ അങ്ങനെയൊക്കെ ഷിബു ചക്രവർത്തി. അപ്പോൾ ഷിബുവിനൊക്കെ ഞങ്ങളെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. ഇപ്പോൾ ഈ പബി കെയർ ടേക്കറിൽ ഒരു ബെസ്റ്റ് പാട്ട് എഴുതിയിരിക്കണൊക്കെ ഷിബുവേട്ടൻ തന്നെയാണ്. അതെയോ? അപ്പോൾ അന്ന് തുടങ്ങിയിട്ട് നമുക്കൊരു സഹോദര സ്ഥാനത്ത് നിന്ന് നമ്മളെ സപ്പോർട്ട് ചെയ്യുന്ന ആൾക്കാരിൽ ഒരാളൊക്കെയാണ് ഷിബുവേട്ടനൊക്കെ, ഷിബു ചക്രവർത്തി. അപ്പോൾ നമ്മൾ അത്ര സപ്പോർട്ട് ചെയ്തിട്ടുണ്ട് സിനിമയിലൊക്കെ. ഏഴക്കൂട്ടൊക്കെ അവരുണ്ടാക്കിയതാണ്. അപ്പം അങ്ങനെയുള്ള അപ്പം ഏഴക്കൂട്ടം കിട്ടിയതുകൊണ്ട് എനിക്ക് സല്ലാപം കിട്ടിയത്. അതിൽ ആ വേഷം കണ്ടുകൊണ്ടാണ് ലോയി സാർ എന്നെ സല്ലാപത്തിൽ വിളിച്ചത്. അപ്പോൾ ഓരോന്നിനും ഓരോന്ന് കാരണമായി മാറുക എന്ന് പറയില്ലേ. അതെ. ചേട്ടൻ സിനിമയ്ക്ക് വേണ്ടി എന്താ പറയുക ജനിച്ച ഒരാളായിരുന്നു എന്നുള്ളതാണ് സത്യം. സിനിമയാണ് എൻ്റെ ലോകം, സിനിമയാണ് എനിക്ക് ഏറ്റവും ഇഷ്ടം, സിനിമയാണ് എനിക്ക് എല്ലാം തന്നത്. എല്ലാം എൻ്റെ എല്ലാ പ്രശ്നങ്ങളും സിനിമയെ ബേസ് ചെയ്താണ് സത്യം. സിനിമയിലാണ് വളർന്നത് ജീവിച്ചുകൊണ്ടിരിക്കുന്നത്.
അത് പിന്നെ മാത്രമല്ല ചേട്ടന്റെ ഡയലോഗുകളൊക്കെ ഉണ്ടല്ലോ ഇപ്പോഴും. നമ്മളിപ്പം അമ്മ ഇപ്പം വീട്ടിൽ ചപ്പാത്തി പരത്ത് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിൽ ഞാനൊരു താജ്മഹൽ ഉണ്ടാക്കും എന്ന് പറയുന്നതും, അല്ലെങ്കിൽ പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറയണം എന്നൊക്കെ പറയുമ്പോഴേക്കും പറ്റില്ല അങ്ങനെ പറയരുത് എന്ന് പറയുന്നതും ഇപ്പോഴും. ഇപ്പൊ 2024 ഇപ്പൊ ചെറിയ കുട്ടികളടക്കം പറയുന്ന ചേട്ടന്റെ ഡയലോഗ്. അപ്പൊ അതൊക്കെ അന്ന് ഷൂട്ട് ചെയ്യുന്ന സമയത്ത് പറയുന്ന സമയത്തൊക്കെ ഇതൊക്കെ ഹിറ്റ് ആകുമെന്നോ അല്ലെങ്കിൽ ഇത്രയും വർഷം ആളുകൾ അത് ഓർത്തെടുത്ത് ഇപ്പോഴും പറയുന്നൊക്കെ ചേട്ടൻ അന്ന് ചിന്തിച്ചിട്ടെങ്കിലും ഉണ്ടോ? ചിന്തിച്ചിട്ടില്ല. അതിപ്പോൾ ഞാനല്ല, അതുപോലെ ചെയ്തിട്ടുള്ള കലാകാരന്മാരാരും ചിന്തിച്ചിട്ടുണ്ടാവില്ല. പക്ഷേ നമ്മൾ പറഞ്ഞ പല വാചകങ്ങളും പിന്നീട് പലരും അതെടുത്ത് ലൈഫിൽ ഉപയോഗിക്കുന്നു. ഇപ്പം മിക്ക സ്ഥലത്തും പറയുന്നുണ്ട്, ഞങ്ങളുടെ ഡെയിലി ലൈഫിലെ ഒരു വീടെങ്കിലും ദിലീപ് ഉണ്ടായിരിക്കും എന്ന് പറയുന്നത് സത്യം. ഞങ്ങൾക്ക് എന്നെ സംബന്ധിച്ച് വലിയ സന്തോഷമാണ്. അതെ. എല്ലാവരും ആ ഒരു കാര്യം എന്നെ അങ്ങനെ മീൻസ് അംഗീകരിക്കുന്നുണ്ട്. നമ്മൾ ആ സമയത്ത് ആ ക്യാരക്ടറിൻ്റെ തമാശയ്ക്ക് വേണ്ടി പറയുന്നതാണെങ്കിലും ആ പറഞ്ഞ സാധനങ്ങളെല്ലാം റിയൽ ലൈഫിൽ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു സാധനമാണെന്ന് പറഞ്ഞാൽ വലിയ സന്തോഷമുള്ള ഒരു കാര്യമാണ്. അപ്പൊ ചേട്ടൻ സ്ക്രിപ്റ്റ് ഒക്കെ വായിക്കുമ്പോൾ ചില ഡയലോഗ് കാണുമ്പോൾ ഇതെന്താണെങ്കിലും ഇപ്പം കൊളുത്തും അല്ലെങ്കിൽ ഇത് ഏശും അങ്ങനെയൊക്കെ തോന്നിയിട്ട് അതധികം ഹിറ്റ് ആകാതെ പോയ അങ്ങനെ എന്തെങ്കിലുമൊക്കെ ഒരു സിറ്റുവേഷൻ ഉണ്ടോ? ഇല്ല, അങ്ങനെ തോന്നിയിട്ടില്ല. നമ്മളെ തിരിച്ച് പ്രസന്റ് ടൈമിൽ ഈ കഥാപാത്രം എങ്ങനെ പറയണം, എന്ത് പറയണം എന്ന് ആലോചിക്കണം, അത് ആലോചിച്ചിട്ടുള്ളൂ. ഓക്കെ. ഇപ്പൊ ഈ പറഞ്ഞതൊക്കെ ഇതധികം എടുക്കില്ല എന്ന് വിചാരിച്ചത് പക്ഷെ ഇപ്പോഴും ഹിറ്റ് ഇപ്പൊ കുറേ ആയിക്കൊണ്ടിരിക്കുന്നത്. സാധനങ്ങൾ നമ്മൾ പറയുന്ന ഇത് നമ്മൾ അറിയാതെ ഇപ്പം പറ്റില്ല എന്ന് പറഞ്ഞാൽ പറ്റില്ല. നമ്മൾ വിചാരിക്കണത് ഇയാൾ പറ്റില്ല എന്ന് പറയില്ല എന്ന് വിചാരിച്ചിട്ടാണ് പറഞ്ഞത്. പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറയണം എന്ന് പറയുമ്പോൾ ആ പറ്റില്ല എന്ന് പറഞ്ഞ പിന്നെ നമ്മൾ എന്ത് പറയും? പിന്നെ നമുക്ക് അങ്ങനെ പറയരുത് എന്ന് പറയുന്നത് അല്ലാണ്ട് വേറെ നമ്മളെന്താ ഒന്ന് മാറ്റി പറയാൻ പറ്റുമോ എന്ന് പറയും അല്ലേ? അതെ. അപ്പൊ അതൊക്കെ ആ സമയത്ത് ഉണ്ടാവുന്ന ചില സാധനങ്ങൾ പിന്നീട് പിന്നീട് റിയൽ ലൈഫിൽ വരുമ്പോഴാണ് നമുക്ക് ആ പെർട്ടിക്കുലർ വേർഡ് അവിടെ വരും. ശരിക്കും. പിന്നെ മറ്റേ ഇതില് പറയില്ലേ ചില സമയത്തല്ലേ ജാങ്കോ, അതൊക്കെ അപ്പൊ ആ. ഉണ്ടായതാണ്. ഞാൻ പെട്ടു എന്നൊക്കെ പറയുന്ന രീതികളിൽ. അതുപോലെ കാലിലടിക്കുമ്പം അടിച്ചു ആ ചിരിക്കില്ലേ? ഈശ്വര, അതൊക്കെ കണ്ടിട്ട് ഇപ്പോഴും ചിരിക്കുന്നുണ്ടാണ്. മാത്രമല്ല ചില സമയത്ത് നമ്മളതൊക്കെ ഇപ്പൊ ഞാൻ സ്പീഡിൽ ഓടിച്ചു നിനക്ക് പേടിയുണ്ടോ എന്നൊക്കെ പറയുമ്പോൾ നമ്മൾ ഈ അടിച്ചു എന്നതിന്റെ ഭാഗത്ത് നമ്മള് സ്പീഡിൽ ഓടിച്ചു എന്നൊക്കെ ആയിരിക്കും പറയണ്ടാവുക. പക്ഷെ എന്നാലും ചേട്ടന്റെ സിനിമകളും ഡയലോഗുകളാണ്. അല്ല, ഞാൻ തന്നെ ചിലത് ചിരിച്ചു. എനിക്ക് ഈ കിങ് ലെയറിലൊക്കെ മറ്റവനെ ബാലു അതിൻ്റെ ഇടയിൽ വന്ന് കാശടിക്കാൻ നോക്കുമ്പോൾ ഓർക്കണല്ലേ ആ ഞാൻ ഓർക്കുന്നു, വല്ലാണ്ട് ഓർക്കുന്നു എന്നൊക്കെ പറഞ്ഞിട്ട് ഞാൻ തന്നെ പിന്നെ ചിരിച്ചു പോയിട്ടുണ്ട്. അത് ലാലേട്ടനൊക്കെ സ്പോണ്ടേനിയസ് ആയിട്ട് തമാശ പറയുന്ന ആൾക്കാരാ ഭയങ്കരമായിട്ട്. അപ്പൊ ലാലേട്ടനൊക്കെ ഒരുമിച്ചുണ്ടെങ്കിൽ എനിക്ക് ഓർമ്മയുണ്ട് പലതിലും ഭയങ്കര ജയറാമേട്ടൻ സപ്പോർട്ട് ചെയ്യും. മറ്റേ ഒപ്പിടൂ എന്ന് പറയുന്ന സീനും നിങ്ങളെല്ലാരും ചിരിച്ച ചൈന ടൗണിലല്ലേ ആ നിങ്ങളെല്ലാരും നിൽക്കുന്നത്. ലാലേട്ടനുണ്ട്, ജയറാമേട്ടനുണ്ട്, ദിലീപേട്ടനുണ്ട്. അപ്പം ഒപ്പിടൂ എന്ന് മാത്രമാണ് ഡയലോഗ്. അപ്പം ആ ആക്ടർ വന്നിട്ട് ഓക്കെ ഒപ്പിടൂ പല ടോണിലൊക്കെ പറയാം. ജയറാമേട്ടൻ തന്നെ പറയണ ആ കാര്യം. അവസാനം തുപ്പിടൂ ആക്ഷൻ എന്ന് പറഞ്ഞപ്പോഴേക്കും തുപ്പിടൂ എന്ന് പറഞ്ഞപ്പോഴേക്കും ദിലീപേട്ടൻ ടേബിളിൽ ഇങ്ങനെ ചിരിച്ചു പോയി. ലാലേട്ടൻ ഇങ്ങനെ എന്താ ചെയ്യാ? അഡ്ജസ്റ്റ് ചെയ്ത് നിൽക്കും. ലാലേട്ടൻ അല്ലേ? അന്ന് അത് ഓർമ്മയുണ്ടോ? ലാലേട്ടൻ കൺട്രോൾ ചെയ്യണ ഞാൻ അന്തം വിട്ടുപോയിട്ടുണ്ട്. കാരണം ഞാൻ പണ്ട് അസിസ്റ്റന്റ് ഡയറക്ടർ അയക്കുമ്പോൾ ക്ലാപ്പ് അടിക്കുക. ക്ലാപ്പ് അടിച്ചിട്ട് ലാലേട്ടൻ ഇതുപോലെ ഇരിക്കുന്നു, വളരെ സീരിയസ് ആയിട്ടുള്ളൊരു ഡയലോഗ് പറഞ്ഞുകൊണ്ടിരിക്കുക ലാലേട്ടൻ. അതിൻ്റെ മുമ്പിൽ ഞാൻ ക്ലാപ്പ് അടിച്ചു. ക്ലാപ്പ് അടിച്ചപ്പോൾ ബൈട്ടൺ ടേക്ക് വൺ എന്ന് പറഞ്ഞിട്ട് പെട്ടെന്ന് തന്നെ എടുത്തപ്പോൾ ഞാൻ ഇരുന്നിട്ടാണ് അടിച്ചത്. ഇടുക്കലും എൻ്റെ മുട്ടും വാങ്ങിച്ചിട്ട് ഇത്ര ശബ്ദമുണ്ട്. ഞാനാണെങ്കിൽ പൊട്ടി ചിരിച്ചു പോകും. അവിടെ ഉള്ളവർ മുഴുവൻ പിൻ ഡ്രോപ്പ് സൈലൻ്റ് ആണ്. വളരെ സീരിയസ് ഡയലോഗാണ്. അപ്പോൾ ലാലേട്ടൻ വളരെ സീരിയസ് ആയിട്ട് ഡയലോഗ് പറഞ്ഞു. ഞാനവിടെ കണ്ണൊക്കെ നിറഞ്ഞ് നിൽക്കുക. അത് കഴിഞ്ഞിട്ടാണ് ലാലേട്ടൻ ഇത് കടേ എന്ന് പറഞ്ഞ സോറി വലിച്ചപ്പോഴേ എന്നൊക്കെ പറഞ്ഞിട്ട്. അത് നവ്യ ചേച്ചി പറഞ്ഞ കേട്ടിട്ടുണ്ട് കല്യാണരാമനില് വാട്ട് യു മീൻ എന്ന് ചോദിക്കുമ്പം അതില് മീൻ ആ ഡയലോഗില് ദിലീപന്റെ ചിരി കൺട്രോൾ ചെയ്യാൻ മനസ്സിലും ആ സീനില് ഇപ്പോഴും നിങ്ങൾക്ക് നോക്കിയാൽ കുറെ സീനിൽ ഞാൻ ചിരിച്ചിട്ടുണ്ട്. ഞാൻ പല ഇന്റർവ്യൂസിൽ പറഞ്ഞിട്ടുണ്ട്. പല ആക്ടേഴ്സിന്റെയും പെർഫോമൻസിൽ ഞാൻ ചിരിച്ചിട്ടുണ്ട്. മേരിക്കൊണ്ടഞ്ഞാൽ ഞാനും ബിച്ചുന്നൂല് ഇത്ര സീനിൽ ചിരിച്ചിട്ടുണ്ടെന്നറിയോ? അയ്യോ പഞ്ചാബി ഹൗസ് ഒരുപാട് സിനിമകളിൽ ചിരിച്ചിട്ടുണ്ട്. അത് ഇന്നസെന്റ് ആയിട്ടുള്ള സീക്വൻസുകൾ, അമ്പിളിച്ചേട്ടനുള്ളതിൽ മാളച്ചേട്ടൻ പപ്പുവേട്ടനൊക്കെ ഉള്ള സ്ഥലത്ത് എൻ്റെ അമ്മേ ചിരിച്ച് തകർന്നിട്ടുണ്ട്. മണി, അതെ കാട്ടൻ സാറ് പറഞ്ഞു സലീം, എല്ലാവരും. അശോകൻ ചേട്ടനൊക്കെ എന്നെ ചിരിപ്പിച്ചങ്ങനെ കണക്കില്ല. അതെ അമ്പിളിച്ചേട്ടൻ്റെ അടുത്ത് ഞാൻ ചോദിക്കും, അമ്പിളിച്ചേട്ടാ ഒന്ന് പറയണ, അമ്പിളിച്ചേട്ടാ എന്താ ചെയ്യാൻ പോണേന്ന് അറിയില്ലെങ്കിൽ എൻ്റെ കയ്യിൽ നിന്ന് പോകും.
കാരണം അമ്പിളിച്ചനൊക്കെ ടൈമിങ്ങിന്റെ ഉസ്താദാണേ. നമുക്ക് നമ്മുടെയൊക്കെ ഗുരുവാണെന്ന് പറയില്ല, നമ്മുടെ ടൈമിങ് വേണുവേട്ടൻ ഒക്കെ ബെസ്റ്റ് ആൾക്കാരല്ലേ. നമുക്ക് കിട്ടിയ ഏറ്റവും വലിയ ഭാഗ്യം അങ്ങനത്തെ ഉള്ള ലെജൻസിന്റെ കൂടെ വർക്ക് ചെയ്യാൻ പറ്റിയതാ. ഇപ്പോഴും ചില സ്ക്രിപ്റ്റ് ഒക്കെ ചേട്ടൻ വായിക്കുന്ന സമയത്ത് ഇന്ന ആൾക്കാരുണ്ടായത് എങ്ങനെ പറഞ്ഞേനെ, അല്ലെങ്കിൽ അവരെ അല്ല, ഇന്ന് നമ്മൾ ഫേസ് ചെയ്യുന്ന ഏറ്റവും വലിയ വിഷയം അതാണ്. നമുക്ക് ആ നിറയില്ല. വെട്ടം പോലെ സിനിമ എന്ന് കഴിഞ്ഞാൽ നമുക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്തൊരവസ്ഥയാണ്. അയ്യോ, ഇപ്പോഴും കുറെ ആളുകൾ കൂടുന്നൊരു സമയത്ത് ഇതെന്തത് ഇപ്പം പ്രിയദർശന്റെ വെട്ടം പോലെ ഉണ്ടല്ലോ, അവിടുന്ന് ഇവിടുന്നൊക്കെ ആ സിനിമ, എന്റെ ദൈവമേ അതെങ്ങനെ. ഭയങ്കര കോമ്പിനേഷനാണ് അത്. സത്യം. അപ്പം ശ്രീനേട്ടൻ, ഞാൻ അസിസ്റ്റന്റ് ആയിരിക്കുന്ന കാലം എന്ന് പറഞ്ഞാൽ ഞാൻ ഭയങ്കര ഫാനാണ് ശ്രീനേട്ടൻ്റെ. ഓരോ ലുക്കും ഇതൊക്കെ കാണുമ്പോൾ ഞാൻ ഷോട്ടിലൊക്കെ മാറി നമ്മൾക്ക് അതിനെ എന്നൊക്കെ മാറ്റി നിർത്തും ചിരിച്ചിട്ട്. ശരിക്കും. അയ്യോ, ഇപ്പം ചേട്ടന്റെ കരിയർ ഒരു ഗ്രാഫ് നോക്കുകയാണെങ്കിൽ ഇഷ്ടംപോലെ കൊമേഴ്ഷ്യൽ സക്സസ്, അഭിനയിച്ച് ബലിപ്പിക്കാൻ പാടുള്ള ക്യാരക്ടേഴ്സൊക്കെ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് ചെയ്യുന്നു. അപ്പം അങ്ങനെയൊക്കെ നമ്മൾ നോക്കുന്ന സ്ഥലത്ത് കാണുന്ന ഒരു മൈൽ സ്റ്റോൺ എന്നൊക്കെ പറയുന്നൊരു സംഭവമാണ് ഈ 2020 എന്ന് പറയുന്ന സിനിമയുടെ പ്രൊഡക്ഷൻ. അതിൽ ചെറിയ നടിമാർ അല്ലെങ്കിൽ ആക്ടേഴ്സ് തുടങ്ങി ബിഗ് ആക്ടേഴ്സ് തുടങ്ങി ഇവരെയൊക്കെ മാനേജ് ചെയ്യുക എന്ന് പറയുന്നത് ഭയങ്കര പാടുള്ളൊരു സാധനമാണ്. അപ്പം അത് ഞാൻ ഏറ്റെടുക്കാം എന്ന് പറയുന്നൊരു ഒരു ആത്മവിശ്വാസം. അല്ല, അതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അന്നത്തെ ഐക്യം, ഞാൻ ബഹുമാനിക്കുകയും സ്നേഹിക്കുകയും ചെയ്യുന്ന എൻ്റെ സീനിയേഴ്സ്, അവർ പറഞ്ഞപ്പോൾ ലാലേട്ടൻ്റെ ഒറ്റ വേർഡിലാണ് നീ ചെയ്താൽ മതി എന്ന് പറഞ്ഞൊരു വേർഡുമ്മയാണ് ആ സിനിമ ശരിക്കും ഇതാവുന്നത്. ആ സിനിമ ഷൂട്ട് തുടങ്ങുമെന്ന് പറഞ്ഞ മധുസാറിൻ്റെ വീട്ടിലാണ്. നീ തുടങ്ങുക, എല്ലാം നിന്നിലേക്ക് വരും എന്ന് പറഞ്ഞ് ഞാൻ മധുസാറിനെയും ജനുവേട്ടനും വെച്ചിട്ട് ആദ്യമായിട്ട് പൊന്നമ്മ ചേച്ചിനും വെച്ചിട്ട് ആദ്യത്തെ സീൻ ഷൂട്ട് ചെയ്യണേ. അവിടുന്ന് ബാക്കി എല്ലാവരും അതിലേക്ക് പിന്നെ വരാൻ തുടങ്ങുകയാണ്. അതിൽ എല്ലാ ആർട്ടിസ്റ്റുകളും നമ്മളെ സംബന്ധിച്ച് ശരിക്കും പറഞ്ഞാൽ ഞാൻ 9 മാസം വേറെ ഒരു ജോലിക്കും പോകാതെ അതിൻ്റെ കൂടെ നിന്നു. പക്ഷേ എനിക്ക് ആരോടും ഈഗോയില്ല. കാരണം ഞാൻ ആ സമയത്ത് ഹീറോ ആയിട്ട് ചെയ്യുന്ന ഒരാളാണ്. പക്ഷേ ഞാൻ മലയാള സിനിമയിൽ വരുമ്പോൾ എൻ്റെ ഹീറോസിൻ്റെ കൂടെ നിന്നിട്ടാണ് ഞാൻ വർക്ക് ചെയ്തിട്ടുള്ളത്. അവരുടെ കൂടെ ചെയ്യുന്ന അവരെല്ലാവരും കൂടി നമ്മൾക്ക് ഒരു പ്രൊഡക്ഷൻ ചെയ്യാനൊരു സാധ്യത ഒരുക്കി തരികയും അത് ഇവൻ നന്നായി ഞങ്ങളെ നോക്കുമെന്നുള്ളൊരു വിശ്വാസത്തിലാണ് അത് നടന്നുകൊണ്ടിരിക്കുന്നത്. പിന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് കിട്ടിയിരിക്കുന്നൊരു ട്രഷറാണത്. ഇവരെല്ലാവരും ആ സിനിമയിൽ അഭിനയിക്കുകയാണ്. എനിക്ക് തോന്നുന്നു മമ്മൂക്ക ലാലേട്ടനും 19 വർഷത്തിന് ശേഷം ഒരുമിച്ച് അഭിനയിച്ച സിനിമയും ഒരുമിച്ച് അവരാദ്യമായിട്ട് 19 വർഷത്തിന് ശേഷം ഫൈറ്റ് ചെയ്യുന്ന സിനിമയാണ് ആ സിനിമ. അതൊക്കെ പ്രേക്ഷകർക്ക് കാണുമ്പോൾ ശരിക്കും പറഞ്ഞാൽ പടം റിലീസായപ്പോൾ തിയേറ്ററിൽ ഇന്ത്യ പാകിസ്ഥാൻ ക്രിക്കറ്റ് കിടക്കുന്ന പോലെയാണ്. ഒരാളൊരു അടി അടിച്ചോ, മറ്റൊരാൾ അടിച്ചോ, ഫാൻസുകളുടെ ബഹളം, അങ്ങനെ വേറെ ആങ്കിളായിരുന്നു അതിന്. അത് ശരിക്കും നമ്മൾ അത് വേറെ തരത്തിലുള്ള സിനിമ ഉണ്ടാക്കിക്കൂടെ എന്ന് ആർട്ടിസ്റ്റുകളടക്കം ചോദിച്ചപ്പോഴും നമ്മൾ പറഞ്ഞ് ഞാനൊരു അവരുടെ ഫാൻ എന്നുള്ള രീതിയിൽ കാണുന്ന ഒരു സിനിമയാണ് അതിന്. എനിക്ക് അങ്ങനെ ഒരു സിനിമ ചെയ്യാൻ പറ്റുള്ളൂ. അല്ലാണ്ട് എനിക്ക് വളരെ ക്ലാസിക് ഒരു സാധനം ഉണ്ടാക്കാൻ ഈ ചാൻസ് ഞാൻ ഉപയോഗിക്കില്ല. അടുത്ത ആലോചിക്കാം. ഇതെനിക്ക് ഒരിക്കൽ മാത്രം കിട്ടുന്ന ഒരു ചാൻസാണത്. 2020 സിനിമയുടെ ഷൂട്ടിന് സമയത്തൊക്കെ ചേട്ടന് ഭയങ്കര ടെൻഷനായിരുന്നു. പ്രൊഡ്യൂസർ എന്ന് പറയുമ്പോൾ ഓൾറെഡി ടെൻഷൻ ഉണ്ടാവും എന്നറിയാം. പക്ഷെ എങ്കിൽ കൂടി ഈശ്വര എന്ന് പറഞ്ഞിട്ടായിരുന്നോ അത് ആ ഇറങ്ങണ ദിവസം ഹോ എന്ന് പറയുന്ന അവസ്ഥ? ഇറങ്ങുന്ന ദിവസം ഞാൻ ഇവിടെ ഇല്ല. നവംബർ 5-ാം തീയതി എനിക്ക് തോന്നുന്ന കുവൈറ്റിലൊരു ഫംഗ്ഷനിലാണ് ഞാൻ സിനിമ ഇറങ്ങുമ്പോൾ. അത് നേരത്തെ കമ്മിറ്റഡ് ആയി പോയി. അങ്ങനെ പോണ്ടി വന്നാണ്. പക്ഷെ ദൈവം അനുഗ്രഹിച്ചു, അത് വലിയ വലിയ വിജയമായി. എനിക്ക് തോന്നുന്നു മലയാള സിനിമയിലെ അന്നത്തെ എന്താ പറയുക ഡിസ്ട്രിബ്യൂട്ടർ ഷെയർ 10 കോടി രൂപയ്ക്ക് മുകളിൽ വന്നൊരു സിനിമയാണത്. കാരണം അന്ന് 20 രൂപ 30 രൂപയൊക്കെ ടിക്കറ്റ് റേറ്റ്. ഇന്നത്തെ ടിക്കറ്റ് റേറ്റ് എവിടെയാ? ഇന്ന് അതുപോലെ സിനിമ ഉണ്ടെങ്കിൽ നമ്മൾ ആരല്ലേ. പക്ഷെ അന്ന് മോശം എന്നല്ല പറയണേ, ഞാൻ പറഞ്ഞ കാലത്തിന്റെ മാറ്റം പറയണേ. ചുരുങ്ങിയ കാലഘട്ടം കൊണ്ട് സിനിമയിൽ ഒരുപാട് മാറ്റങ്ങൾ സംഭവിച്ചു. ടിക്കറ്റ് എല്ലാത്തിലും വ്യത്യാസം സംഭവിച്ചു. അതുപോലെ തന്നെ ചെലവുകൾ ഭയങ്കരമായിട്ട് സിനിമയിൽ കൂടി, ഭയങ്കര വ്യത്യാസമായി കോസ്റ്റിങ്ങിലും എല്ലാം. ഇപ്പം ഞാൻ അന്ന് ആ സിനിമ ചെയ്യുന്ന സമയത്ത് 63 ദിവസം കൊണ്ടാണ് നമ്മൾ ആ സിനിമ ചെയ്തത്. പക്ഷെ 28 ഷെഡ്യൂളുണ്ട്. അതുകൊണ്ടാണ് ഇത്രയും ടൈം. കാരണം കിട്ടുന്ന ആളുകളെ വെച്ച് എല്ലാം മെയിൻറ്റെയിൻ ചെയ്ത് ഇങ്ങനെ ഞങ്ങളെല്ലാവരും ഇങ്ങനെ നിൽക്കുക. എല്ലാവരും മലയാളികൾ ഒന്നടങ്കം സെലിബ്രേറ്റ് ചെയ്തൊരു സിനിമ തന്നെയായിരുന്നു 2020. അപ്പൊ അതിന് ചേട്ടനോടും ചേട്ടൻ്റെ ഫുൾ നിങ്ങളുടെ ടീമിന്റെ അടുത്തും വലിയൊരു അല്ല, അതുപോലെ തന്നെ ഒരു സംരംഭമാണ് ഇപ്പൊ ഈ പവി കെയർടേക്കർ എന്ന് പറഞ്ഞ സിനിമ നമ്മൾ തിയേറ്റർ അസോസിയേഷൻ ഉണ്ടല്ലോ,
ആ. ഫിയോക്ക് എന്ന് പറഞ്ഞിട്ട്. അതെ. ഫിയോക്ക് ആദ്യമായിട്ട് വിതരണ രംഗത്തേക്ക് ഇറങ്ങുകയാണ്. ഓ. അപ്പോൾ സംസാരത്തിനിടയ്ക്ക് ഇങ്ങനെ ദിലീപ് ജിയുടെ ഒരു സിനിമ എന്ന് പറഞ്ഞപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ എൻ്റെ സിനിമ ഇപ്പോൾ ഏതാ എന്ന് പറഞ്ഞു. കാരണം ഞാനിപ്പോൾ അടുത്ത ചെയ്യുന്ന ലിസ്റ്റിൻ്റെ പടമാണ്, പിന്നെ ഗൂഗിളത്തിൻ്റെ പടമാണ്, എല്ലാവരൊക്കെ ഡിസ്ട്രിബ്യൂഷനുള്ളതാണ്. എനിക്ക് സ്വന്തമായിട്ട് 21 വർഷമായിട്ട് എനിക്കും ഡിസ്ട്രിബ്യൂഷൻ കമ്പനി ഉള്ളതാണ്. അത് കഴിഞ്ഞപ്പോൾ പിന്നെ എന്നെ ആലോചിച്ചു, കാരണം ഇതിനൊരു നന്മയുടെ ഒരു ഇതുണ്ട്. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു തിയേറ്റർ, ഒരു അസോസിയേഷൻ, ഇരിക്കാനൊരു സ്ഥലം, പിന്നെ അത് മാത്രമല്ല അതിലെ എല്ലാവരും തിയേറ്റർ ഓണേഴ്സ് ആണെങ്കിലും എല്ലാവർക്കും ഫാമിലിക്കൊക്കെ ഇൻഷുറൻസ് അത് ഇതൊക്കെ, അങ്ങനെ കുറേ കാര്യങ്ങൾ ഇതിൻ്റെ പിന്നിൽ ആഗ്രഹിക്കുന്നുണ്ട്, ഇത് അങ്ങനെ ചെയ്യണം ഇങ്ങനെ ചെയ്യണം എന്നുള്ളത്. അപ്പം അങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞപ്പോൾ ഞാൻ ഒരു രാത്രി ഇങ്ങനെ ഒന്ന് ആലോചിച്ച് കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും പുള്ളി എന്നോട് പറഞ്ഞല്ലേ എൻ്റെ പ്രസിഡൻറ്റ്, ഞാൻ എൻ്റെ ചെയർമാനും അല്ലേ, ഞാൻ ചെയർമാനും ആൻ്റണി എൻ്റെ വൈസ് ചെയർമാനും വിജയകുമാർ എൻ്റെ പ്രസിഡൻറ്റും ഒക്കെ. അപ്പം അങ്ങനെ ഒരു നല്ല നേതൃത്വവും കാര്യങ്ങളൊക്കെ ഉള്ള, പിന്നെ ഒരു നല്ല കാര്യത്തിന് വേണ്ടിയിട്ടില്ല. അപ്പം ഞാൻ പറഞ്ഞു, നിങ്ങൾ ചെയ്തു എൻ്റെ പടം എന്ന് പറഞ്ഞിട്ടാണ്. കാരണം ഇല്ലെങ്കിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ വേറെ പടങ്ങളുടെ ഡിസ്ട്രിബ്യൂഷൻ ഇവർ അസോസിയേഷൻ ചെന്ന് കഴിയുമ്പോൾ അത് നിങ്ങളുടെ ചെയർമാൻ പടം തരൂല്ലേ എന്ന് ചോദിക്കുന്നത്. ചെയർമാൻ നിങ്ങളോട് വിശ്വാസമില്ലേ? എനിക്ക് എൻ്റെ സംഘടന തന്നെ പൂർണ്ണ എനിക്കൊരു പ്രോബ്ലമൊക്കെ വന്നപ്പോൾ എൻ്റെ ആദ്യം എൻ്റെ കൂടെ വന്ന് സംസാരിക്കാൻ വന്നത് ഫിയോക്ക് എന്ന് പറയുന്ന സംഘടനയാണ്. തിയേറ്റർ അടച്ചു പൂട്ടിക്കാനുള്ള ശ്രമമൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ. അപ്പോൾ ആ ഒരു സിനിമയുടെ ഒരു കൂട്ടായ്മ, നമ്മളെപ്പോഴും പലതിനും മാതൃകയാവാന്ന് പറയില്ലേ, അതിനൊരു വേണ്ടിയിട്ടുള്ളത്. അത് കഴിഞ്ഞ ദിവസത്തെ ഫംഗ്ഷനും പറഞ്ഞു, വേറെ ആര് പറയണേയും കേൾക്കരുത്, ഇത് വേറെ പ്രശ്നങ്ങൾ ഉണ്ടാക്കാനോ വേറെ ഒന്നും പൊളിക്കാനോ മറിക്കാനോ എഗെയിൻസ്റ്റോ ഒന്നുമല്ല, ഇതൊരു വേറൊരു ആഗ്രഹം. പിന്നെ മാത്രമല്ല ഇതൊക്കെ ചെയ്യുമ്പോഴാണ് തിയേറ്ററുകാർക്ക് ഡിസ്ട്രിബ്യൂട്ടറുടെ പ്രശ്നം മനസ്സിലാവുള്ളൂ. ഇനി പ്രൊഡ്യൂസ് ചെയ്യുകയും കൂടി ചെയ്യുമ്പോഴാണ് പ്രൊഡ്യൂസേഴ്സിൻ്റെ പ്രശ്നം പൂർണ്ണമായിട്ട് മനസ്സിലാവുള്ളൂ. പല പ്രൊഡ്യൂസേഴ്സിനും ഡിസ്ട്രിബ്യൂട്ടേഴ്സിനും ഇപ്പോൾ തിയേറ്ററുകാരുടെ പ്രശ്നം അറിയാം. കാരണം ഇത് പല ആൾക്കാർക്കും ഇപ്പോൾ തിയേറ്ററായി. അപ്പോൾ ഇത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ അറിഞ്ഞിരിക്കണം, നല്ലതാ. അപ്പോൾ ഭയങ്കര ആത്മാർത്ഥത ഉണ്ടാവും അങ്ങോട്ട് ഇങ്ങോട്ട്. ഇതിൻ്റെ പ്രയാസങ്ങൾ മനസ്സിലാക്കാതെ അവിടെ മാറി നിൽക്കുമ്പോഴാണല്ലോ. ഇപ്പം ഞാനിപ്പോൾ എല്ലാ സെക്ഷൻ്റെയും പ്രശ്നങ്ങൾ എനിക്ക് മനസ്സിലാവുന്നത് ഞാൻ ഇതിലെല്ലാ സെക്ഷനിലും ഉള്ളത് കൊണ്ടാണ്. ഇല്ല എനിക്ക് തിയേറ്ററുകാരുടെ പ്രശ്നം മനസ്സിലാവില്ല. അവർ പറയുമ്പോൾ നമ്മൾ കളക്ഷൻ നോക്കുന്നു, ഇവർക്ക് എന്താണ് കുഴപ്പം, പക്ഷേ കറണ്ട് ചാർജും മറ്റത് മറിച്ചത് ഇത് ഒന്നും ഒരു കോംപ്രമൈസും ഇല്ലാത്ത സാധനങ്ങളാണ് വന്നുകൊണ്ടിരിക്കുന്നത്. ടാക്സിൻ്റെ ഏരിയ പല ഇതുണ്ട്. അത് ഞാനിവിടെ പറഞ്ഞിട്ട് വേറെ കുഴപ്പമാക്കാനല്ല. അപ്പോൾ കിട്ടുന്ന മുഴുവൻ തിയേറ്ററുകാർക്കുള്ളതല്ല. അപ്പോൾ അത് തിയേറ്ററിൻ്റെ ഭാഗം. പ്രൊഡ്യൂസേഴ്സിൻ്റെ ഭാഗത്ത് പോയാൽ അവരുടെ പ്രശ്നങ്ങളുണ്ട്. നമ്മളൊരു സിനിമ ഉണ്ടാക്കിക്കൊണ്ടിരുന്നതിന് അത്ര മിണ്ടിയ ഒരു സ്ഥലത്തും കോംപ്രമൈസ് ഇല്ല. സിനിമക്കാരെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 രൂപ വാങ്ങിക്കുന്ന സ്ഥലത്ത് 5 രൂപ വാങ്ങിക്കും. അപ്പോൾ എല്ലാ സെക്ഷനിലും പ്രശ്നങ്ങളുണ്ട്. പക്ഷെ അപ്പോൾ എല്ലാ സെക്ഷനും എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ചെയ്യുമ്പോൾ എല്ലാവർക്കും കാര്യം മനസ്സിലാവും. അപ്പോൾ നല്ല സ്മൂത്തായിട്ട് എല്ലാം സ്മൂത്താവും. അപ്പം എല്ലാവരും എല്ലാം ചെയ്യണമല്ല. ഇപ്പം ഈ സിനിമയിൽ പുതുമുഖ നായികമാർ ഉണ്ട് എന്ന് പറയുമ്പോൾ തന്നെ ഇപ്പം കുറേ സിനിമകളിൽ ഈ യങ്സ്റ്റേഴ്സ് വന്ന് കുറേ നല്ല നല്ല സിനിമകൾ വരുന്നു. അപ്പം എല്ലാവരും ഇൻ്റർവ്യൂസിൽ കേട്ടിട്ടുള്ളൊരു പേരാണ് ദിലീപേട്ടൻ. ഞങ്ങൾ ദിലീപേട്ടൻ വിളിച്ചു. അപ്പോൾ ദിലീപേട്ടൻ ഇപ്പം എല്ലാ ഇറങ്ങുന്ന സിനിമകളും കാണുക, പുതിയ കുട്ടികളുടെ സിനിമകൾ കണ്ട് അവരെ വിളിച്ച് അപ്രീഷിയേറ്റ് ചെയ്യുക എന്നൊക്കെ പറയുന്നത് അവരെ സംബന്ധിച്ചിടത്തോളം നമുക്ക് കേൾക്കുമ്പോഴും സീനിയർ ആർട്ടിസ്റ്റ് ആയിട്ടുള്ള ഒരാൾ അങ്ങനെ ഒരു എഫേർട്ട് എടുത്ത് വിളിക്കുക എന്ന് പറയുന്ന വലിയൊരു കാര്യമായിട്ട് നമുക്ക് എല്ലാവർക്കും തോന്നുന്നുണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇത്രയും അപ് ടു ഡേറ്റ് ആയിട്ട് ദിലീപേട്ടന് ഈ ഒരു തിരക്കിന്റെ ഇടയിൽ ഇരിക്കാൻ പറ്റുന്നത്? ഞാനൊരു തിയേറ്റർ പണിയാനുള്ള കാര്യം വെച്ചിട്ട് ജനങ്ങളുടെ കൂടെ ഇരുന്ന സിനിമ ഇതാവുക എന്നുള്ളത്. പക്ഷെ അത് നമ്മുടെ ഇപ്പോൾ ഒരു ഭാഗമാണ്. ഇപ്പൊ പണ്ട് നമ്മൾ നമ്മുടെ സിനിമയ്ക്ക് വേണ്ടി മാത്രം പ്രാർത്ഥിച്ചാൽ മതി എന്ന് പറഞ്ഞിട്ട് സാരമില്ലേ. ഇപ്പൊ എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ആ സിനിമ ഉണ്ട്, എടാ അത് എടുക്കണം കേട്ടാ എന്ന് പറഞ്ഞിട്ട് എല്ലാ സിനിമയും നമ്മളിലേക്ക് കിട്ടാനും ആ സിനിമകൾ ഓടാനും. കാരണം ഏതൊരു സിനിമ മലയാളത്തിൽ ഹിറ്റടിക്കുമ്പോൾ അത് ഇന്ത്യൻ സിനിമയിൽ ഏത് പടം ഹിറ്റടിച്ചാലും ആ സിനിമയുടെ ഒരു അംശം എനിക്കും വരുന്നുണ്ട്. മനസ്സിലായില്ലേ? അപ്പോൾ ആ സിനിമ കണ്ടുകൊണ്ടിരിക്കുമ്പോൾ അതിലെ കലാകാരന്മാർ മരിച്ചു പണിയെടുത്തിട്ടാണ് ഇതൊക്കെ സക്സസ്സിലേക്ക് പോകുന്നത്. അപ്പോൾ ആ സിനിമ എനിക്ക് ഇഷ്ടപ്പെട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൻ്റെ സംവിധായകനെയും നിർമ്മാതാവിനെയും അതിൽ അഭിനയിച്ച ആൾക്കാരെയും വിളിച്ചിട്ട് അത് നമ്മുടെ ഒരു മര്യാദയാണ്. കാരണം അതിനെ അപ്രിഷ്യേറ്റ് ചെയ്യുക എന്ന് പറഞ്ഞത്. കാരണം ഞാൻ എൻ്റെ ഈ തുടക്കകാലത്ത് എന്നെ വേറൊരു ഹീറോ വിളിച്ച് അപ്രിഷ്യേറ്റ് ചെയ്തപ്പോൾ എനിക്ക് ഇപ്പം മീനത്തി തലയിട്ട് കണ്ട് ഒരു ദിവസം വെളുപ്പിന് 6 മണിക്കാണ്, എനിക്ക് ഓർമ്മയുണ്ട് ഇപ്പോഴും, മമ്മൂക്കയുടെ ഫോണാ എന്നെ, എടാ ഞാൻ കഴിഞ്ഞ ദിവസമാണ് ആ സിനിമ കണ്ടത്, എടാ ഇതാടാ
ഒരു സിനിമ ഒരു ഒരു കഥാപാത്രത്തെ കാണുന്നത് എന്നൊക്കെ പറഞ്ഞിട്ട് നമുക്ക് കുറേ നേരം ഇതായിട്ട് സംസാരിച്ചുകൊണ്ടിരുന്നു. അപ്പം അങ്ങനെ പല ആർട്ടിസ്റ്റുകളും നമ്മളെ വിളിക്കും ആ സിനിമ നന്നായിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ. നമ്മൾ വിളിച്ച ഒരു സിനിമയിലെ കഥാപാത്രം നന്നായ പോലും ഈവൻ ഞാൻ ഇത് പറയണല്ല, മമ്മൂക്കയിലെ ലാലേട്ടനല്ല, അവർക്കുണ്ടാവുന്ന സന്തോഷം നമുക്ക് മനസ്സിലാവും. അവരെത്ര വലിയ ആർട്ടിസ്റ്റുകളാണ്. അപ്പം ഏറ്റവും ഏത് താഴെ നിൽക്കുന്ന ഒരാളായാലും മേളിൽ നിൽക്കുന്ന ഒരാളായാലും അങ്ങോട്ടും ഇങ്ങോട്ടും അപ്രീഷിയേറ്റ് ചെയ്യുമ്പോൾ അതിൻ്റെ എനർജി വേറെ തന്നെയാണ്. ശരിയാ. അപ്പോൾ അതാണ് എനിക്ക് പരിചയമില്ലാത്ത ആൾക്കാരെ എനിക്ക് ആ സിനിമ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഞാൻ അവരെ വിളിച്ചിട്ട് മാക്സിമം സംസാരിക്കാറുണ്ട്. ചില സമയത്ത് സിനിമകൾ എനിക്ക് മിസ്സായി പോയിട്ടുണ്ട്. പിന്നീട് എപ്പോഴെങ്കിലും ഞാനത് OTT എവിടെയെങ്കിലും പോയിരുന്ന് നോക്കി കണ്ടു കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അതിനെക്കുറിച്ച് സംസാരിക്കാറുണ്ട്. അപ്പോൾ ഈ സിനിമ നിങ്ങൾ അന്ന് കണ്ടില്ല, ഇപ്പം നമ്മൾ കണ്ടിന്യൂസ് ഇങ്ങനെ ഓടിക്കൊണ്ടിരിക്കുന്നതുകൊണ്ട് ചിലപ്പോൾ പലതും മിസ്സാവും, അതെ. അപ്പം കാണാൻ പറ്റാറില്ല. ചേട്ടൻ സൗഹൃദങ്ങൾ ഇത്രയും കൊണ്ടു നടക്കുന്ന ഒരാളാണ്. അപ്പം ചേട്ടനും ഇന്നച്ചനും തമ്മിലുള്ളൊരു നിങ്ങൾ തമ്മിലൊരു റിലേഷൻ ഭയങ്കര ഡിഫറെൻ്റ് ആണ് എന്നുള്ളത് സിദ്ദിഖൊക്കെ ഒരു ഇൻ്റർവ്യൂവിൽ പറഞ്ഞ് ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പം ഇന്നച്ചനെ എങ്ങനെയാ ഓർത്തെടുക്കുന്നത് ചേട്ടൻ? അല്ല, ഇന്നസെൻ്റ് എന്ന് പറഞ്ഞാൽ എനിക്ക് എൻ്റെ എന്താ പറയാം അച്ഛനോട് താരതമ്യപ്പെടുത്തി അങ്ങനത്തെ ഒരു ഇതുള്ളതാണ്. എനിക്ക് എന്ത് സങ്കടം വന്നാലും എല്ലാത്തിനും കൂടെ നിന്ന് ഭയങ്കര ഒരു എന്താ പറയുക, ഇത്രയും എക്സ്പീരിയൻസ് ഉള്ളൊരു ലൈഫിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയില്ലേ, അതെ. എവിടെ നിന്ന് തുടങ്ങി എവിടെ എത്തി എന്ന് പറയുന്ന എത്ര പുസ്തകങ്ങൾ എഴുതി. എന്താ പുള്ളി 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളത് പറയും അല്ലേ, അതെ. പുള്ളി തന്നെ അത് പറയും. സാഹിത്യകാരന്മാരുടെ കൂട്ടായ്മയിലും പോയിരിക്കുന്ന ആളാണ്. എഴുത്തുകാരനൊക്കെ എല്ലാ സ്ഥലത്തും പുള്ളിയുണ്ട്. എന്നാൽ രാഷ്ട്രീയത്തിലൊക്കെ അവിടെ MP മാരുടെ കൂട്ടത്തിൽ പോയിരിക്കുന്ന ആളാണ്. ഇതൊരു വല്ലാത്തൊരു ജന്മമാണത്. എനിക്ക് ശരിയാ. ഭയങ്കര അത്ഭുതത്തോടുകൂടി ഞാനിങ്ങനെ നോക്കി നിൽക്കുന്ന ഒരാളാണത്. പണ്ട് ബിസിനസ് ഇതായി കൗൺസിലറായി 8ാം ക്ലാസ് വരെ പഠിച്ചിട്ടുള്ളൂ. ഇതായി എല്ലാത്തിൻ്റെ ബേസ് പുള്ളിയുടെ നർമ്മവും ജീവിതത്തെ വളരെ നിസ്സാരമായി കാണുന്ന ഒരാളെന്ന് പറയില്ലേ, അങ്ങനെ ചിരിപ്പിച്ച് ഞാൻ അപ്പച്ചെന്നാണ് വിളിക്കാറ്. അതെയോ? ഞാൻ അപ്പച്ചെന്നാണ് വിളിക്കാറ്. അപ്പോൾ ഒരു ദിവസം പുള്ളി ദിവസവും വിളിക്കുന്ന കുറച്ച് ആൾക്കാരുണ്ട്, അതിലൊരാളാണ് ഞാൻ. അത് വലിയ സന്തോഷമായിരിക്കും. രാവിലെ എന്നെ പുള്ളി സത്യേട്ടനെ വിളിക്കും, പ്രിയൻ സാറിനെ വിളിക്കും, ലാലേട്ടനെ വിളിക്കും, അങ്ങനെ കുറേ ആൾക്കാരെ വിളിക്കും, ജയറാമേട്ടനെ വിളിക്കും, മമ്മൂക്കനെ വിളിക്കും. മമ്മൂക്കുണ്ട്, കുറച്ച് ആൾക്കാരുണ്ട് പുള്ളിക്ക്, വിരലിലുണ്ടാവുന്ന കുറച്ച് ആൾക്കാർ വേണമായിട്ട് ഇങ്ങനെ പറയും. രാവിലെ ഒരു കഥയിട്ട് എഴുന്നേക്കും, ഇത് പബ്ലിഷ് ചെയ്ത്. ചില സമയത്ത് ലാലിൻ്റെ ഇങ്ങനെ ഒരു കോമഡി, അപ്പം ഞാൻ ചിരിച്ചണ്ടി, ഇത് നീ പറഞ്ഞു എന്ന് ഞാൻ ലാലിനോട് പറയും. ഇത് നിങ്ങളുടെയാണ്, ഇത് എനിക്ക് ഇതായിട്ട് ഒരു ബന്ധവുമില്ല. ഇതൊരു കാര്യം വെറുതെ ഞാൻ എന്നെ പേടിപ്പിച്ച. ചിലപ്പോൾ ദിലീപ് അങ്ങനെ പറഞ്ഞേ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലാലേട്ടൻ വിചാരിക്കില്ല ഞാൻ പറഞ്ഞാന്ന്. ഒക്കെ പുള്ളി ഉണ്ടാക്കണ പരിപാടികളാണ്. അതിന് ഒരു ദിവസം എന്നെ വിളിച്ചിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു, കുറേ 2-3 മിസ്ഡ് കോൾ ഉണ്ടായിരുന്നു തലേ ദിവസം. എനിക്ക് മിസ്സായിപ്പോയി അത്. അത് കഴിഞ്ഞ് പിറ്റേ ദിവസം രാവിലെ വിളിച്ചപ്പോൾ പുള്ളി വിളിച്ചു. ഞാൻ ചോദിച്ചു, അല്ല 2-3 മിസ്റ്റൊക്കെ കണ്ടല്ല, എന്താണോ പുതിയ പരിപാടി, എന്താണ്, ആരെക്കുറിച്ചിട്ടാണ് അത് ചോദിച്ചു. പറഞ്ഞു, ഇല്ലടാ എന്നെ കുറിച്ച് തന്നെയാണ്. അപ്പോൾ വളരെ സീരിയസ് വോയിസൊക്കെ. ഞാൻ എന്ത് പറ്റി? ഇല്ലടാ അതേ ഒരു ചെറിയ പ്രശ്നം, ഞാൻ അതിങ്ങനെ നോക്കി, ഒരു സംശയം ഉണ്ടായിരുന്നുള്ളൂ, അപ്പം അത് ഉറപ്പായിടാ. ഞാൻ എന്ത് പറ്റി? എനിക്ക് ക്യാൻസറാടാ. ചുമ്മാ എന്തു രാവിലെ എന്നെ ഒരു നെഗടിപ്പിക്കാനായിട്ട് വെറുതെ വല്ല കാര്യമുണ്ട് എൻ്റെയൊക്കെ. നിങ്ങൾക്ക് തമാശ പറയണ ഏതാണ്, കാര്യം പറയണ ഏതാണ്, അതൊന്നും പറയരുത് കേട്ടോ, അതൊക്കെ നമ്മളിലേക്ക് വരും, അങ്ങനെയൊക്കെ ഒന്നും പറയരുത് അങ്ങനെയൊന്നും. അല്ലടാ ഞാൻ നിന്നെ ഇന്നലേക്ക് വിളിച്ചുകൊണ്ടിരുന്നേ, ഞാനീ ഉൾക്കൊള്ളാൻ കുറച്ചൊരു ഇത്. ഞാൻ പറഞ്ഞു, കാര്യേട്ടാ? ആടാ. ഞാൻ കുറേ നേരം മിണ്ടാണ്ടായി പോയി. അത് കഴിഞ്ഞ് എന്നിട്ട് എനിക്ക് വിശ്വാസം തന്നെയില്ല, ഇതെന്ത് പറയുവേ. അത് അല്ല, ഞാൻ പറഞ്ഞില്ലേ, ഒരു ദിവസം ഇങ്ങനെ എൻ്റെ വല്യമ്മച്ചി മരിച്ചേ. അപ്പം പറഞ്ഞു, വല്യമ്മച്ചി മരിച്ചോ? കഴിഞ്ഞ ദിവസമല്ല. അല്ല, അവരിപ്പോഴും ഉണ്ട്, കുറച്ച് കഴിയുമ്പോൾ മരിക്കുമല്ലോ. ഒരു കാര്യം പറയുമ്പോൾ മരിച്ചു എന്ന് പറഞ്ഞാൽ കുഴപ്പമുണ്ടോ? മരിക്കാതിരിക്കുന്ന ആൾക്കാരില്ലേ, നിനക്ക് ഉറപ്പുണ്ടോ നമ്മളൊക്കെ ഉണ്ടാവുമെന്ന്? അല്ല, എന്താ വെച്ചാൽ ഇങ്ങനെ പറയണോ? അല്ല, തമാശയ്ക്ക് അതൊക്കെ പറയാം എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ പറയണ ഒരാളാണ്. അതിന് ഞാൻ ഗംഗാരൻ ഡോക്ടറെ വിളിച്ചു. ഡോക്ടറെ, ഇങ്ങനെ ഇന്നസെൻ്റ് ഇങ്ങനെ പറയണു, എന്താ അങ്ങനെ എന്ന് ചോദിച്ചു. അപ്പോൾ പുള്ളി പറഞ്ഞു, അത് ചെറിയ പ്രശ്നമുണ്ട്, ഇന്നസെൻ്റിന് ക്യാൻസർ ഉണ്ട്. അത് എനിക്ക് ജീവിതത്തിൽ ശരിക്കും പറഞ്ഞാൽ ഞാൻ ആ ഒരു ദിവസം എങ്ങും പോയി, ഞാൻ അവിടെ കിടപ്പായി പോയി. എങ്ങനെ ആലോചിക്കുകയാണ് അതൊക്കെ. പക്ഷേ ഈ മനുഷ്യൻ, ഈ ഇന്നസെൻ്റിൻ്റെ അത്ഭുതം എന്ന് പറഞ്ഞാൽ പിന്നെ അതിനെ തരണം ചെയ്യാനും പിന്നെ അതിൽ തമാശ കണ്ടുപിടിക്കാനും ഇതൊക്കെയായി. അപ്പോൾ ഇതിൻ്റെ ഇടയ്ക്ക് കീമോ ഒക്കെ കഴിഞ്ഞപ്പോൾ രൂപമൊക്കെ ഒന്ന് മാറി.
അത് കഴിഞ്ഞ് അമ്മയുടെ ഷോ നടക്കുന്ന സമയത്ത് ആളിരിപ്പുണ്ട് ഇങ്ങനെ. അപ്പോൾ ആ സമയത്താണ് ഇന്നസെൻറ്റേട്ടൻ കുറേ നാൾക്ക് ശേഷം വരികയാണ്. ആ. വന്നു കഴിഞ്ഞപ്പോഴേക്കും വേഗം അവിടുത്തെ പെൺകുട്ടികളും എല്ലാവരും വരിക. അതിൽ ആർട്ടിസ്റ്റുകൾ കുറേ ഫീമെയിൽ ആർട്ടിസ്റ്റുകൾ വന്ന് ഇന്നസെൻറ്റേട്ടനെ കെട്ടിപ്പിടിക്കുക, ഉമ്മ കൊടുക്കുക. പിന്നെ കഴിഞ്ഞിട്ട് കുറച്ച് വൈകിയത് സംശയമില്ലടാ എന്ന് ചോദിച്ചു. പറഞ്ഞ് എന്ത് പറ്റി? എല്ലാവരും വന്ന് ഉമ്മയൊക്കെ തരണ്ടേ, ക്യാൻസർ ഇത്തിരി നേരത്തെ വന്നിരുന്നെങ്കിൽ വന്നിട്ട്. അപ്പൊ അങ്ങനെ എല്ലാത്തിനും നിങ്ങൾ സമ്മതിക്കണം കേട്ടോ. കാരണം എല്ലാത്തിനും അങ്ങനെ കാണാൻ നിൽക്കുന്ന തമാശയെ കൂടി ഹാൻഡിൽ ചെയ്യാന്ന് പറയില്ലേ. അതെ. ക്യാൻസറുമായിട്ട് മല്ലിട്ട് ഇങ്ങനെ പോകുന്നത് ശരിക്കും പറഞ്ഞാൽ അത്ഭുതകരമായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ളത് ഒന്ന് ഇന്നസെൻറ്റേട്ടനും. കാരണം ഇന്നസെൻറ്റേട്ടൻ മരിച്ച ക്യാൻസർ കൊണ്ടല്ല, കോവിഡ് വന്നിട്ട് ഉള്ള വിഷയത്തിൽ അങ്ങനെയൊക്കെ പറ്റി അമേരിക്ക പോയപ്പോൾ വീഴുകയും അവിടെ നിന്ന് കിട്ടിയ ഒരു ഇതിൽ പറ്റിപ്പോയതാണ്. നമുക്ക് വല്ലാത്ത വേർപാടാകുകയെ. ഫൈറ്റ് ചെയ്യുന്നതിൽ വേറൊരു, നമ്മൾ പലതരത്തിൽ ഫൈറ്റ് ചെയ്യുന്നുണ്ട് ലൈഫിൽ, എല്ലാവർക്കും അറിയാം. ഇപ്പോൾ ശരിക്കും ലൈഫുമായിട്ട് ഫൈറ്റ് ചെയ്യുന്നതിൽ ഞാൻ റെസ്പെക്റ്റ് ചെയ്യുന്ന ഒരാൾ മമതയാണ്. എന്നിട്ട് ആൾ ചിരിച്ച് കളിച്ച് നിൽക്കുക എന്ന് പറയുന്നത് അതാണ് നമ്മൾ കണ്ടുപിടിക്കുക. അവിടെയൊക്കെ നോക്കുമ്പോൾ നമുക്കൊന്നും ഒരു പ്രശ്നമല്ലെന്ന് തോന്നിപ്പോകും. കാരണം നമുക്ക് പുറത്ത് നടക്കുന്ന കുറേ വേർഡ്സിനോടാണ് നമ്മൾ ഫൈറ്റ് ചെയ്യണത്, ആരോപണങ്ങളോടാണ് നമ്മൾ ഫൈറ്റ് ചെയ്യുന്നത്. മറ്റത് ശരീരത്തിനോടാണ് ഫൈറ്റ് ചെയ്യുന്നത്. ശരീരത്തിൻ്റെ അകത്താണ് പ്രശ്നങ്ങൾ. അതിനോട് ഫൈറ്റ് ചെയ്ത് ചിരിച്ച് കളിച്ച് നിൽക്കുക എന്ന് പറഞ്ഞാൽ നിസ്സാര സംഭവമല്ല. അപ്പോൾ നമ്മുടെ ചുറ്റുവട്ടത്തെ ആൾക്കാരെ നോക്കുമ്പോൾ നമ്മളിങ്ങനെ ദൈവത്തിന് നന്ദി പറഞ്ഞ് നിൽക്കുക എന്ന് പറയില്ലേ, ദൈവമേ എന്ന് പറയുന്നത്. കാരണം നമുക്ക് താങ്ങാൻ പറ്റില്ല എന്ന് പറഞ്ഞൊരു വലിയ വിഷയം അല്ലേ. അസുഖങ്ങൾ എന്നൊക്കെ പറയുന്ന അപകടങ്ങൾ, അസുഖങ്ങൾ എന്നൊക്കെ ദൈവമേ ആർക്കും കഥകൾ കേൾക്കുമ്പോൾ നമ്മൾ ദൈവത്തിനോട് കൂടുതൽ നന്ദി പറഞ്ഞുകൊണ്ടേയിരിക്കുക എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ട് സത്യം. ഇപ്പം മമതയുടെ പേര് പറഞ്ഞപ്പം നിങ്ങളുടെ ഒരു കോമ്പിനേഷൻ ഉണ്ടല്ലോ, അത് എന്താ പറയണ്ടേ, മലയാളികൾക്ക് ഇനിയും ഇനിയും ആയിക്കോട്ടെ എന്ന് പറയുന്ന ഒരു താമസിക്കേണ്ട ഒരു കോംബോ വരുന്നുണ്ട്. അങ്ങനെ ഹിയാൻഷി എന്ന് പറഞ്ഞിട്ട് ഞാനും മമതയൊക്കെയാണ് അത് ഫുൾ കോമഡി കോമഡി ജോണറിലുള്ള ഒരു ഫിലിം തന്നെയായിരിക്കും. ഞങ്ങളെ കാണുമ്പോൾ തന്നെ എല്ലാവരും അതുള്ളത്. അതന്നെ. അത് ശരിക്കും നിങ്ങൾ തമ്മിൽ ഇങ്ങനത്തെ കോമഡി സാധനം വർക്ക് ചെയ്യുന്ന ചേട്ടൻ അത് തോന്നിയിട്ടുണ്ടായിരുന്നോ? ഇല്ല, ഞങ്ങൾ ആദ്യം ചെയ്തത് പാസഞ്ചറാണ്. അന്ന് ശരിക്കും എൻ്റെ സീനിയേഴ്സിൻ്റെ കൂടെയാണ് മമത വർക്ക് ചെയ്യണത്. അപ്പോൾ ഞാനായിട്ട് കറക്റ്റ് ആകുമെന്ന് പോലും എനിക്ക് സംശയം ഉണ്ടായിരുന്നു. എന്നെക്കാൾ ജൂനിയർ ആണെങ്കിലും സ്ക്രീൻ പ്രസൻസിൽ വേറൊരു ഫീൽഡിൽ നിൽക്കുന്ന ഒരാളായിരുന്നു. പക്ഷെ ഞങ്ങൾ തമ്മിൽ ഭയങ്കര കറക്റ്റായി. പിന്നെ അത് കഴിഞ്ഞിട്ട് അരികെ ചെയ്തു മൈ ബോസ്. നമ്മൾ കാണുമ്പോൾ തോന്നും മമതയിലായിട്ട് വേറെ ആരെയും ചെയ്ത ശരി അല്ലേ. 2 കൺട്രീസ് ആണെങ്കിലും ഒക്കെ അത് ട്രെയിലർ മെയ്ഡ് ക്യാരക്ടർ എന്ന് പറയുന്ന പോലത്തെ ഒരു സാധനം. ഇപ്പൊ അടുത്തുകൂടി സാരി എടുക്കാൻ നേരത്ത് ഞൊറിയെന്ന് കാര്യം വാട്ട് ഇസ് ഞൊറി വേണമെന്ന് പറഞ്ഞല്ലോ. അതൊക്കെ ഇപ്പോഴും നമ്മൾ പറയുന്നുണ്ടെന്നുള്ളതാണ്. നിങ്ങളുടെ ഒരു കോമ്പിനേഷന്റെ ഒരു കോമഡി വർക്ക് ആവുന്ന ഒരു രീതി ഉണ്ടല്ലോ. അതെ അതെ. അയ്യോ അത് ഭയങ്കര സംഭവമാണ്. എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ഒരുപാട് ടാലൻറ്റഡ് ആയിട്ടുള്ള ഹീറോയിൻസിനോട് വർക്ക് ചെയ്തു. അതിലെടുത്ത് പറയേണ്ട ഒരാളാണ് മമത. കാരണം വെച്ചിട്ടുണ്ടെങ്കിൽ തമാശ നമ്മൾ എടാ നീ ഇങ്ങനെ ചെയ്യണോടാ, ഇങ്ങനെ ഒന്ന് പറഞ്ഞു നോക്കിയേ എന്ന് പറഞ്ഞിട്ടൊരു ഗിവ് ആൻഡ് ടേക്ക് ഇല്ലേ, പെട്ടെന്ന് മനസ്സിലാക്കുകയും ആദ്യം പെട്ടെന്ന് കുറേ ചിരിക്കും, അത് കഴിഞ്ഞിട്ട് ഓക്കെ ഓക്കെ നമുക്ക് നോക്കാം എന്ന് പറഞ്ഞിട്ട് നമുക്കാദ്യം ചിരി വരണം. അല്ലെങ്കിൽ നമ്മളത് ഇതാണ്. അത് മൈ ബോസിൻ്റെ സമയത്താണെങ്കിലും ഒക്കെ എന്ത് നമ്മൾ നിൽക്കുമ്പോഴും അതിൻ്റെ കൂടെ നിൽക്കാനുള്ളൊരു ഇതില്ല. അതിൽ അയ്യോ ഞാൻ അങ്ങനെ ചെയ്യില്ല, എനിക്കത് പറ്റൂല എന്ന് അതൊന്നുമില്ല. ഓക്കെ വി വിൽ ട്രൈ എന്ന് പറഞ്ഞിട്ട് നിൽക്കുക. പിന്നെ ഇതൊക്കെ അങ്ങനെയുള്ള ഒരാളാണ്. ഇപ്പം സെറ്റില് ചേട്ടൻ കുറേ തമാശകൾ ഒപ്പിക്കും. ഇപ്പം കാവ്യ ചേച്ചനെ പറഞ്ഞ കേട്ടിട്ട് നമുക്കൊന്നും മനസ്സിലാവില്ല, ഇവരെല്ലാവരും ഭയങ്കര അഭിനയിക്കും, നമ്മൾ വിശ്വസിച്ചു പോകും. അപ്പൊ ഈ പവി കെയർടേക്കർ സിനിമയിൽ ഇതുപോലെ ആളുകളെ പറ്റിക്കുന്നത് ഇപ്പോഴും ചേട്ടൻ്റെ ഒരു രീതിയാണോ, ശീലമാണോ? അല്ല, നമ്മുടെ കൂടെ ആരഭിനയിക്കുമ്പോഴും അത് എക്സോർവായി ഫീമെയിൽ ആയാലും മെയിൽ ആയാലും ഈ കഥാപാത്രങ്ങൾ തമ്മിലുള്ളൊരു ഭയങ്കര ഒരു കെമിസ്ട്രി ഉണ്ടായാലേ അത് സ്ക്രീനിൽ ശരിക്കും വർക്കൗട്ട് ആവുള്ളൂ. ഇപ്പം നമ്മൾ കൂടുതലും പോയിട്ട് ഞാൻ കൂടുതലും എനിക്ക് കംഫർട്ടായിട്ടുള്ള ആർട്ടിസ്റ്റിൽ കൂടെ വർക്ക് ചെയ്യാൻ എനിക്ക് ഏറ്റവും കൂടുതൽ ഇഷ്ടം. കാരണം ചിരിയും കളിയും ബഹളമൊക്കെ ആയിട്ട് ഇതാവുക എന്ന് പറയുന്നത്. നമ്മൾ ആ സെറ്റിലായി നമ്മുടെ ലൊക്കേഷനിൽ വന്നു കഴിഞ്ഞാൽ ഒരു വേർതിരിവോ ഇതൊന്നുമില്ല, എല്ലാവരും ഒറ്റ കെട്ടിട്ട് അങ്ങോട്ട് പോവുക എന്നുള്ളൂ. അല്ല, അവിടെ ഒരാൾ മാത്രം നെഗറ്റീവായിട്ട് മാറി നിൽക്കുമ്പോൾ എന്താ അങ്ങനെ ഇതായി പോകും.
അപ്പോൾ എല്ലാവരും ആ ടൈപ്പ് ആൾക്കാരൊക്കെ വന്ന് ജോയിൻ ചെയ്യട്ടെ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. ഞാൻ ഏറ്റവും കൂടുതൽ തെങ്കാശിപ്പട്ടണത്തില് അത് കാപ്ചേച്ചനെ പറഞ്ഞതാണ്. ദിലീപേട്ടൻ തെങ്കാശിപ്പട്ടണ സിനിമ തോന്നുന്നുണ്ട്. ആ ദിലീപേട്ടൻ കള്ളു കുടിച്ച പോലെ സെറ്റിലേക്ക് ആ വന്നു. അതൊക്കെ കേട്ട് ഞാൻ വിചാരിക്കുന്നു ഇപ്പൊ ഞാൻ ആ സെറ്റിലുണ്ടെങ്കിൽ ഞാനും നിങ്ങളുടെയൊക്കെ എല്ലാവരും ഒരുമിച്ച് പെർഫോം ചെയ്ത് സിനിമയിലെക്കാളും പെർഫോമൻസ് നടക്കുന്നത് ഷൂട്ടിംഗ് സെറ്റിലാന്ന് പറയുന്നത് ഭയങ്കര ക്യാമറയുടെ പിന്നിലാ കോമഡികൾ നമുക്ക് നടക്കാൻ തോന്നുന്നു മുഴുവൻ കസേരട്ട ക്യാമറയാണ്. സൈഡിലാ മറ്റേ വന്ന് ഇരുന്നതൊക്കെ ഒന്ന് കാണാൻ പറ്റിയിരുന്നെങ്കിൽ എന്നൊക്കെ തോന്നുന്നുണ്ട്. അതേപോലെ ഞാൻ ഇരിക്കുന്നത് മറ്റേ മീശമാധവൻ പാട്ടിന്റെ ഷൂട്ട് സമയത്ത് കാവേശ് നടന്നു പോകുമ്പോ എന്തോ കുഴിയിൽ വീഴാൻ പോയി. അങ്ങനെ ഒരു കഥ ഞാൻ കേട്ടിട്ടുണ്ട്. അപ്പൊ എന്തോ ഒരു ഒച്ച ഉണ്ടാക്കി. ആ അത് ഇപ്പോഴും എനിക്ക് ഇന്നും മനസ്സിലായില്ല, ആരെങ്കിലും കുഴിയിൽ ഇങ്ങനെ കാല് ഇതാക്കി അയ്യോ എന്ന് പറയുമ്പോ അമ്മേ അങ്ങനെയൊക്കെ കേട്ടിട്ടുണ്ട്, അങ്ങനെ കേട്ടിട്ടില്ല. അപ്പൊ അതെങ്ങനെ എന്താ അങ്ങനെ വരണേ, നിങ്ങൾ ഏതാ ഇങ്ങനെ ഹ്യൂമൻ ബീങ് ആണോ അനിമൽ ആണോ എന്താ ഐറ്റം? പക്ഷെ അത് വേറെ ആരും ചേട്ടൻ മാത്രം ഇത് ശ്രദ്ധിച്ചു ഞാൻ എന്നുള്ളതാണ്. സൈഡിൽ കൂടി പോവാ ചിരി എന്തോ വന്നത് ഒരുമിച്ച് എല്ലാം കൂടി മിക്സ് ചെയ്ത് പോയതാ. ആ. അപ്പം ഇന്ന് ഞാൻ രാവിലെ കണ്ടൊരു റീലുണ്ട്. സലീം കുമാരേട്ടൻ ഇപ്പൊ അടുത്തൊരു ഇന്റർവ്യൂല് ചോദിക്കുന്നുണ്ട്, സലീമേട്ടനോട് ചോദിക്കുന്നുണ്ട്, ഏറ്റവും മേക്കപ്പ് ഇല്ലാതെ ഏറ്റവും മിക്ക നടിമാരെ മേക്കപ്പ് ഇല്ലാതെ ചേട്ടൻ കണ്ടിട്ടുണ്ടാവില്ല, അപ്പം സുന്ദരി ഉള്ള അങ്ങനെ മേക്കപ്പ് ഇല്ലാണ്ട് സുന്ദരിയായിട്ടുള്ള ഒരു നടി ആയിരിക്കുന്നു. അപ്പൊ സലീമേട്ടൻ ഇങ്ങനെ ചിന്തിച്ചിട്ട് അത് കാവ്യമാധവനാ എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഞാനൊരു ഇതിൽ കണ്ടു, മലയാളത്തിലെ സുന്ദരിക്കോത എന്ന് പറഞ്ഞിട്ട്. അപ്പം സുന്ദരി എന്ത് പറയുന്നു, സുഖമായിട്ടിരിക്കുന്നു. ഞാൻ പറയാൻ പാടില്ല. അവൻ അല്ല ചേട്ടാ പറഞ്ഞേ പറ്റുള്ളൂ. നന്നായിരിക്കുന്നു, ദൈവം അനുഗ്രഹിച്ച് നന്നായിരിക്കുന്നു. ആള് ഈ മഹാലക്ഷ്മിയുടെ പുറകെയുള്ള അതിന്റെ ഓട്ടത്തിലാണ് ആള്. തീർച്ചയായിട്ടും 2000-ലാണ് മീനാക്ഷി ജനിക്കുന്നത്, 2018-ലാണ് മഹാലക്ഷ്മി. അപ്പം മീനാക്ഷി ജനിച്ച സമയത്ത് ചേട്ടൻ കുറേം കൂടിയും യങ് ആയിട്ടുള്ള ഒരു അച്ഛൻ. കുറച്ച് ചേട്ടാ ഞാൻ ഞാൻ കോളേജിൽ എങ്ങോട്ടും പോയിട്ടില്ല, ഞാൻ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ കുഞ്ഞുങ്ങളുണ്ടായിരുന്നു മാത്രമേ ഉള്ളൂ, മാനസികമായിട്ട് കോളേജ് വിട്ടിട്ടില്ല നമ്മള്. അത് മതി. കാഴ്ചപ്പാടുകളും അല്ലെങ്കിൽ എക്സ്പീരിയൻസ് കാരണം കുറേം കൂടിയും നമ്മൾ പക്വത വരും എന്നൊക്കെ പറയുമല്ലോ. അപ്പം മീനാക്ഷി കുട്ടിക്കാലത്ത് ചെയ്തിരുന്ന ഒരു കുറുമ്പിന് ചേട്ടൻ പ്രതികരിക്കുന്നതും മഹാലക്ഷ്മി ചെയ്യുന്ന അതേ കുറുമ്പിന് മേ ബി ചേട്ടൻ പ്രതികരിക്കുന്ന വ്യത്യാസം വന്നിട്ടുണ്ടോ? കുറച്ചും എത്രമാത്രം ശാന്തത ചേട്ടന് ഇപ്പൊ കിട്ടി തുടങ്ങി? ഇല്ല, മീനാക്ഷി പണ്ടേ, ഞാൻ മീനാക്ഷിനെ ഇതുവരെ തല്ലിയിട്ടില്ല. എൻ്റെ ഇത്രയും വർഷത്തിനിടയിൽ അങ്ങനെ ഒരു കാര്യങ്ങൾ അവൾ ഉണ്ടാക്കി വെച്ചിട്ടുമില്ല, ഞാൻ അടിച്ചിട്ടുമില്ല. അവളൊരു നല്ല ഒരു പാവം, സൈലൻസ് ആണ് കൂടുതൽ അവള്. ഇവള് കുസൃതി കൂടുതലാ. പക്ഷെ അങ്ങനെ പക്വതയൊന്നും എനിക്കല്ലാത്ത ഇതിൽ മാത്രമേ ഉള്ളൂ. കുട്ടികളുടെ അടുത്തേക്ക് പോയി കഴിഞ്ഞാൽ 100% എനിക്ക് അന്നത്തേക്കാൾ ചെറുതായിരിക്കും ഞാൻ. അവരുടെ കൂടെ ടൈം സ്പെൻഡ് ചെയ്യുന്നതല്ലേ? ശരിക്കും പറഞ്ഞാൽ എനിക്ക് മീനൂട്ടിയുടെ കൂടെ ഉള്ളതിൽ എനിക്ക് കുറെ ടൈം മിസ്സായിട്ടുണ്ട്. ശരിക്കും ആ സമയത്ത് കണ്ടിന്യൂസ് ഹിറ്റുകളും കാര്യങ്ങളും, ഞാൻ അത്ര യാത്രയിലാണ്. അന്ന് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ ആ പറയുന്ന 2-3 വർഷം എനിക്ക് ആ മിസ്സായ സാധനം ഈ വിളിയിൽ നിന്ന് കിട്ടിയിട്ടുണ്ട്. കാരണം ആ സമയത്ത് കോവിഡ് വരികയും അപ്പൊ ആ സമയത്ത് എല്ലാവരും വീട്ടിൽ 1-1.5 വർഷം നമ്മൾ ആരും പുറത്തു പോവാതെ നമ്മളെല്ലാം വീട്ടിൽ തന്നെയല്ലേ. അപ്പൊ ആ സമയത്ത് ഇവളൊരു വലിയ നേരം പോക്കോയും കാര്യങ്ങളൊക്കെ ആയിട്ടുണ്ട്. പക്ഷെ ഇവളുടെ കൂടെ കൂടിയിട്ട് ശരിക്കും പറഞ്ഞാൽ അന്നത്തേക്കാൾ മെച്ചൂരിറ്റി പോയിരിക്കരുത്. ഒരു വീഡിയോ കോളൊക്കെ ചെയ്യുമ്പം വീഡിയോ കോൾ ചെയ്തിട്ട് ഇപ്പോഴും ഇത് എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ അതിന്റെ കൂടെ നമ്മളും കൂടി ഞങ്ങളുടെ കുറെ വീഡിയോസ് ഒക്കെ എടുത്ത് എന്നിട്ട് ഇടയ്ക്ക് ഇട്ട് തരുമ്പോ അയ്യോ പുറത്തേക്കൊന്നും വിട്ടേക്കല്ലേ, ഇത് കാരണം ഇവളേക്കാൾ കൊച്ചായിട്ട് നമ്മൾ അതിനകത്ത് കളിക്കാൻ നിൽക്കാൻ തുടങ്ങി, കളിപ്പിക്കാൻ. അപ്പൊ അങ്ങനെ അത് പിന്നെ എല്ലാ മാതാപിതാക്കളും ഇങ്ങനെയൊക്കെ തന്നെ. കാരണം ഏതൊരു അച്ഛനായാലും ഏതൊരു അമ്മയായാലും കുഞ്ഞുങ്ങളുടെ സന്തോഷമല്ല ഏറ്റവും വലിയ സന്തോഷം. ഞാൻ അതിന്റെ കൂടെ അങ്ങോട്ട് ഇറങ്ങി ചെന്നിട്ടുള്ളൊരു കളിയില്ലേ, അത് എല്ലാ വീട്ടിലുള്ള, ഞാൻ മാത്രമല്ല. അതാണല്ലോ മാതാപിതാക്കൾ എന്ന് പറയുന്നത്. ചേട്ടന്റെ സിനിമയൊക്കെ അവള് ശ്രദ്ധിക്കുകയൊക്കെ ചെയ്യോ? ചേട്ടൻ ഇങ്ങനെ ടിവിയിൽ വരുമ്പം ഇപ്പൊ അറിയാലോ. എന്തെങ്കിലുമൊക്കെ പറയുകയൊക്കെ ചെയ്യോ? മായമോഹിനി ഒക്കെ കണ്ടപ്പോ അച്ഛന്റെ കാര്യം എന്നൊക്കെ ഇരുന്ന് പറയണ്ടായിരുന്നു. നമ്മൾ പെൺവേഷമൊക്കെ കെട്ടി വരുന്നൊക്കെ അല്ലേ. ഇപ്പം ഞാൻ എൻ്റെ ജോലി ഇതാണ് എന്നൊക്കെ ഉള്ളതൊക്കെ അറിയാം ആൾക്ക്, എല്ലാം അറിയാം. ഷൂട്ടിങ്ങിനാണ് പോണത്, ഷൂട്ടിങ്ങിന് ഇങ്ങനെയാണ്, എല്ലാം അറിയാം. അപ്പം നമ്മുടെ പവി കെയർടേക്കറിനെ പറ്റി നമ്മുടെ ഓഡിയൻസിനോട് ചേട്ടൻ എന്താണ് പറയാനുള്ളത്? പവി കെയർടേക്കർ എനിക്ക് തോന്നുന്നത് ഇപ്പോൾ ഒരു 5-8 ശരിക്കും ഇല്ല, ഒരു 5-6 വർഷം. ഇതിലും കുറച്ച് കൊച്ചു തമാശ ഉണ്ടായിരുന്നു കോടതി സംശയം ബാലമക്കലിൽ. ഇതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു ത്രൂ ഔട്ട് ആ ഒരു സ്വഭാവം ഇയാൾക്കുണ്ട്.
ഇയാൾ വളരെ സീരിയസ് ആയിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നതെങ്കിലും കാണുന്നവന് ഇയാൾക്ക് എന്തിൻ്റെ കേടാടോ എന്ന് ചോദിക്കുന്നത്. മീൻസ് ഇൻ ദ ഫാക്ട് എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ കാണിക്കുന്ന മണ്ടത്തരങ്ങളാവാം, അതെ അയാൾ ഒരു കാര്യമില്ല അതിൽ പോയി ഇന്ത്യക്ക് ഇടപെടേണ്ട കാര്യമുണ്ടോ എന്നൊക്കെ പറയുന്ന ഒരുപാട്. അപ്പോൾ ഇതിലിപ്പം നമ്മൾ പറക്കും തളികയിലൊക്കെ പോലെ തന്നെ കുട്ടികളെയൊക്കെ അട്രാക്ട് ചെയ്യാനുള്ള എലിമെന്റ് അതൊക്കെ ഉണ്ട് ഈ സിനിമയിൽ. ഇത് എല്ലാ കാറ്റഗറി ആൾക്കാർക്കും എൻ്റർടൈൻമെൻറ്റ് ഫീൽ ഉണ്ടാക്കുന്ന ഒരു സിനിമ തന്നെയായിരിക്കും പവി കാറ്റേക്കർ. യെസ് അത് ഏപ്രിൽ 26 തിയേറ്ററിലേക്ക് വരുന്നത്. യെസ് അപ്പോൾ ഇനി ദിലീപിൻ്റെ എൻ്റർടൈൻമെൻറ്റ് സിനിമകൾ വന്നില്ല എന്നാരും പറയരുത്, അതൊരു വരുമ്പോൾ comment. അവിടെ വരണം. ഓക്കെ ചേട്ടാ, താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ്. താങ്ക്സ് എ ലോട്ട് പാർവതി.